शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ശുഭബക്ക് യാദ്. മുരളി ഡേറ്റാണ് 13/1/2026. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം: मीठे बच्चे बाप की श्रीमत का रिगार्ड रखना माना, मुरली कभी भी मिस नहीं करना, हर आज्ञा का पालन करना. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമതത്തിന് ആദരവ് നൽകുക. അതിൻ്റെ അർത്ഥമാണ് മുരളി ഒരിക്കലും മുടങ്ങാതെ കേൾക്കുക. മുരളി ഒരിക്കലും മുടങ്ങാതെ കേൾക്കുക. ഓരോ ആജ്ഞയും പാലിക്കുക. ശ്രീമതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആജ്ഞയാണ്, അഥവാ ശ്രേഷ്ഠ നിർദ്ദേശം. അപ്പം അത് നമുക്ക് കിട്ടുന്നത് ബാബയുടെ മുരളിയിൽ നിന്നാണ്, ബാബയുടെ മഹാവാക്യത്തിൽ നിന്നും. അതുകൊണ്ട് ബാബ പറയുന്ന മുരളി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുന്നത്, മുടങ്ങാതെ കേൾക്കുക, ഓരോ ആജ്ഞയും പരിപാലിക്കുക, പാലനം ചെയ്യുക. പ്രശ്ന: अगर तुम बच्चों से कोई पूछे राजी खुशी हो तो तुम्हें कौन सा जवाब फलक से देना चाहिए? ബാബയുടെ ചോദ്യമാണ്, ഒരു പക്ഷേ നിങ്ങൾ കുട്ടികളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ വളരെയധികം സന്തുഷ്ടരാണോ, സുഖമാണോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ഉത്തരമാണ് വളരെയധികം ലഹരിയോടുകൂടി നൽകേണ്ടത്? അവർക്കുള്ള മറുപടി എന്താണ് നൽകേണ്ടത്? उत्तर बोलो,
परवाहते पार ब्रह्म में रहने वाले की वो मिल गया, बाकी क्या चाहिए? पाना था सो पा लिया, तुम ईश्वरीय बच्चों को किसी बात की परवाह नहीं. അപ്പം അവരോട് പറയണം, ചിന്തയുണ്ടായിരുന്നു അങ്ങകലെ വസിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച്, എന്ന് വെച്ചാൽ ഭഗവാനെക്കുറിച്ച്. ഭക്തിയിൽ ബ്രഹ്മത്തെ തന്നെയാണല്ലോ ഭഗവാനായിട്ട് കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാപ്പണ് ചിന്തയുണ്ടായിരുന്നു അങ്ങകലെ വസിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച്. അവർ സ്വയം പ്രാപ്തമായിരിക്കുകയാണ്, മറ്റെന്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്? നേടേണ്ടതെന്തോ അത് നേടിക്കഴിഞ്ഞു, ഇനി നേടുന്നതിനായി ബാക്കി ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈശ്വരീയ മക്കൾക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയും ഇല്ല. तुम्हें बाप ने अपना बनाया, तुम्हारे पर ताज रखा, फिर परवाह किस बात की? ബാബ ചോദിക്കുകയാണ്, സ്വയം ഭഗവാൻ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുകയാണ്, നിങ്ങളുടെ തലയ്ക്ക് മീതെ കിരീടം വെച്ചിരിക്കുകയാണ്, തലയ്ക്ക് മീതെ കിരീടം വെച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്ത? നമ്മൾ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എന്തുണ്ടെങ്കിലും ആരുടെ മുന്നിലാണ് പോവുക? ഭഗവാന്റെ മുന്നിൽ. അപ്പം അതേ ഭഗവാൻ തന്നെ നമ്മൾ കുട്ടികളെ തൻ്റെ സ്വന്തമാക്കിയിരിക്കെ, നമ്മളെ സ്വയം അധികാരിയാക്കി മാറ്റിയിരിക്കെ, കിരീടം വയ്ക്കുക പറഞ്ഞ് തൻ്റെ അവകാശിയാക്കി മാറ്റിയിരിക്കെ, ബാബ പറയണ ഇനി എന്ത് ചിന്തയാണ് നിങ്ങൾക്കുള്ളത്? ഓം ശാന്തി. बाप समझाते हैं बच्चों की बुद्धि में ज़रूर होगा कि बाबा बाप भी है, टीचर भी है, सुप्रीम गुरु भी है, इसे याद में ज़रूर होंगे. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ്, മക്കളുടെ ബുദ്ധിയിൽ എപ്പോഴും ഈ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകാം. അതായത് നമ്മുടെ അച്ഛൻ നമുക്ക് അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവും കൂടിയാണ്. അപ്പോൾ ബാബയുടെ ചിന്തയിൽ മക്കൾക്ക് ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് അല്ലേ ബാബ നമുക്ക് പരിചയം നൽകി. യേ യാദ് കബി കോയി സിക്ലാ നഹി സക്തേ. ബാബ പറയണ ഈ രീതിയിൽ പരമാത്മാവിനെ ഓർമ്മിക്കാൻ ഈ ലോകത്തിൽ മറ്റാരെ കൊണ്ടും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബയും കൂടി വരുന്നത് എപ്പോഴാണ്? കൽപ്പത്തിൻ്റെ സംഗമത്തിൽ വന്നാണ് മക്കൾക്ക് ഈ പാഠം പഠിപ്പിക്കുന്നത്. वही ज्ञान सागर पतित पावन बाप भी है, वो बाप भी है, टीचर भी है और गुरु भी है. അപ്പോൾ പതീത പാവനായിരിക്കുന്ന ജ്ഞാനസാഗരൻ അവർ തന്നെയാണ് നമ്മുടെ അച്ഛൻ, അവർ തന്നെയാണ് പതീത പാവനും. അതുകൊണ്ട് തന്നെ ബാബ പറയുന്ന 3 in 1 ആണ്. കാരണം അച്ഛനാണ്, ടീച്ചറാണ്, ഗുരുവാണ്. अब समझा जाता जबकि ज्ञान का तीसरा नेत्र मिला. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതപ്പോഴാണ് ബാബയിലൂടെ നമുക്ക് 3-ാം നേത്രം, അറിവിൻ്റെ 3-ാം നേത്രം ലഭിച്ചപ്പോഴാണ്. बच्चे बल समझते होंगे परंतु बाप को ही भूल जाते, तो टीचर गुरु फिर कैसे याद आएगा? അപ്പോൾ ബാപ്പയുടെ കുട്ടികൾക്ക് ഇതൊക്കെ അറിവുണ്ടെങ്കിൽ പോലും അച്ഛനെ തന്നെ മറന്നു പോകാറുണ്ട്. അപ്പോൾ ബാബ പറയണ അച്ഛനെ മറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചറിൻ്റെ ഓർമ്മ ഉണ്ടാവാറില്ല, ഗുരുവിനെ ഓർമ്മിക്കാറില്ല. കാരണം നമ്മുടെ അച്ഛൻ തന്നെയാണ് നമുക്ക് ടീച്ചറും ഗുരുവുമായിട്ടുള്ളത്. माया बहुत ही प्रबल है जो 3 रूप में महिमा होते हुए भी तीनों को बुला देती है, इतनी सर्वशक्तिवान है. അപ്പോൾ ബാബ പറയുന്ന മായ എത്രമാത്രം ശക്തിശാലിയാണ്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് 3 രൂപങ്ങളെക്കുറിച്ച്, അതായത് അച്ഛൻ്റെ രൂപത്തെക്കുറിച്ചും ശിക്ഷകനായും അതുപോലെ പരമാത്മ സദ്ഗുരുവായിട്ട് നിങ്ങൾ മഹിമ പാടുന്നുണ്ടെങ്കിൽ പോലും മായ എന്ത് ചെയ്യുന്നു? ഈ എല്ലാ ഓർമ്മകളെയും മറപ്പിച്ചു കളയും. അത്രയും ശക്തിയാണ്. ബച്ചേ ബി ലിഖ്തേ ബാബ ഹം ഭൂൽ ജാത്തെ. നിങ്ങൾ മറക്കാൻ മാത്രമല്ലല്ലോ, ബാബയ്ക്ക് എഴുതാറുമില്ലേ ബാബ നമ്മൾ മറന്നുപോയി എന്ന്. മായ ഐസി പ്രബൽ ഹെ. അതുകൊണ്ട് ബാബ ഓർമ്മപ്പെടുത്താൻ നമുക്ക് പുറകെ ശക്തിശാലിയായി നിൽക്കുന്നുണ്ട്. ആര്? പ്രബലമായിട്ട് ആര് നിൽക്കുന്നു? മായ. ഡ്രാമ അനുസാർ ഹെ ബഹുത് സഹജ്. ഡ്രാമ അനുസരിച്ച് നോക്കുമ്പോൾ അച്ഛനെ ഓർമ്മിക്കുക എന്നുള്ള കാര്യം വളരെ
എളുപ്പമാണ്. ആത്മാ തൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞാൽ ആത്മാവിന് തൻ്റെ അച്ഛനെ ഓർമ്മിക്കുക എളുപ്പമുള്ള കാര്യം തന്നെയാണ്. बच्चे समझते ऐसे भी कोई हो नहीं सकता, वही बाप टीचर सद्गुरु है, सच सच इसमें गपोड़े आदि की कोई बात नहीं. ഇനി കുട്ടികൾക്കും നല്ല അറിവുള്ളത് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ളൊരു അച്ഛൻ, അത്തരത്തിലുള്ളൊരു നമ്മുടെ സംബന്ധം, ബാബ പറഞ്ഞ ഈ ലോകത്തിൽ ഒരാളിൽ തന്നെ സർവ്വതും കാണുക ബാപ്പണ അതൊരിക്കലും സാധ്യമല്ല. അതായത് നമ്മുടെ ബാബ തന്നെയാണ് അച്ഛനും ടീച്ചറും സദ്ഗുരു. അതും സത്യമായത്. ബാബ പറഞ്ഞ ഇത് നുണയോ അല്ലെങ്കിൽ വെറുതെ പറയുന്നതോ അല്ല. അന്തർമേ സമജ്ന ചായേന പരന്തു മായ ബുലാ ദേത്തി ഹെ. ബാപ്പണ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട സത്യമാണ്. ഏത്? പരമാത്മ ഞാൻ ആത്മാവിൻ്റെ അച്ഛനുമാണ്, അതുപോലെ തന്നെ ശിക്ഷകനുമാണ്, വഴി കാണിക്കുന്ന സദ്ഗുരുവാണെന്നുള്ളത്. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്. പക്ഷെ ഇതൊക്കെ കുട്ടികൾ മറന്നു പോകുന്നു. കാരണം മായയാണ് ഇതൊക്കെ മറപ്പിക്കുന്നത്. ചെറിയൊരു തോതിൽ നമ്മുടെ ഉള്ളിൽ നിശ്ചയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ എന്താകും? ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും. कहते हम हार കാർ लेते तो कदम कदम में पदम कैसे होंगे. അപ്പോൾ ബാബ പറഞ്ഞ കുട്ടികൾ തന്നെ അത് സ്വീകരിക്കുകയാണ്. ഞാൻ തോറ്റു പോകുന്നു, ബാബ എപ്പോഴും എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ബാബ പറയണ അങ്ങനെ എന്നെ മറക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുക? ദേവത്വം കോഹി പദം കി നിശാനി ദേത്ത. അപ്പോൾ ബാബ പറഞ്ഞ ദേവതകൾക്കാണല്ലോ പദമത്തിൻ്റെ, പദമം എന്ന് അർത്ഥം രണ്ടർത്ഥമുണ്ട്. ഒന്ന് പവിത്രതയുടെ പ്രതീകമായിട്ടുള്ള താമര എന്ന് പറയും, രണ്ടാമത്തത് പദമെന്ന് കോടി എന്ന് പറയും. അപ്പോൾ ബാബ പറയുന്ന ദേവതകൾക്ക് അടയാളമായിട്ട് പദമം അല്ലെങ്കിൽ താമരയാണല്ലോ കാണിക്കാറുള്ളത്. സബ്കോത്തോ നഹി ദേഖ് സക്തേ. ബാപ്പണ എല്ലാവർക്കും താമരയുടെ താമരയിൽ നിൽക്കുന്നതായിട്ടും താമരയിൽ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് ദേവതകളെ കാണിക്കുന്നത്. അപ്പം അതേപോലെ നമ്മൾ മറ്റാരെയും കാണിക്കാൻ സാധിക്കില്ലല്ലോ. ഈശ്വർക്ക് പടായിക്ക് മനുഷ്യക്ക് നഹി. കാരണം ബാബ പറഞ്ഞ ഇത് ഈശ്വരൻ പഠിപ്പിക്കുന്ന വിദ്യയാണ്, അല്ലാതെ മനുഷ്യൻ പഠിപ്പിക്കുന്നതല്ല. മനുഷ്യക്ക് പടായി കബി ഹോ നഹി സക്ത. പവിത്രത പ്രാധാന്യം കൊടുത്തുകൊണ്ട് പവിത്ര ജീവിതത്തിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാക്കളെ പവിത്രമാക്കി മാറ്റാനുള്ള വിദ്യ ഒന്നും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പഠിപ്പിക്കാൻ കഴിയില്ല. ബൽ ദേവത്വം കി മഹിമ കി ജാതി പരന്തു ഫിർ ബി ഊഞ്ചേത്തെ ഊഞ്ചേ ഏക് ബാപ് ഹെ. അതായത് ബാപ്പണ ദേവതകൾക്ക് ഒരുപാട് മഹിമകൾ പാടുമ്പോഴും അവർക്കും മുകളിൽ നിൽക്കുന്ന സർവോച്ചനാരാണ്? അത് ബാബ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ബാക്കി ഉൻകി ബഡായി ക്യാ, ആജ് ഗദായി കൽ രാജായി. അപ്പോൾ ബാപ്പണ്ണ ദേവതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇന്ന് ബാബപ്പണ്ണ രാജ്യഭാഗ്യം നഷ്ടപ്പെട്ടവരാണ് അല്ലേ? ബാബപ്പണ്ണ കഴുതയുടെ കിരീടം വെച്ച് നടക്കുന്നൊരവസ്ഥ. നാളെ അവരെന്തായി മാറും? മുഴുവൻ വിഷയത്തിൻ്റെ രാജ്യാധികാരം നേടും. അഭി തും പുരുഷാർത്ത് കർ രഹേ ഹോ ഐസെ ബന്നി കാ. അപ്പോൾ ബാബ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാകാൻ വേണ്ടി? ലക്ഷ്മി നാരായണനെ പോലെ. ജാനത്തെ ഹോ ഇസ് പുരുഷാർത്ഥമേ ബോത്ത് ഫെയിൽ ഹോത്താ. അപ്പോൾ ലക്ഷ്മി നാരായണൻ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം അല്ലേ? ബാബ പറഞ്ഞ ഫസ്റ്റ് ഫൗണ്ടേഷൻ തന്നെ പ്യൂരിറ്റിയാണ്. അതിൻ്റെ ആധാരത്തിൽ ബാപ്പണ സർവഗുണ സമ്പന്നരാകണം, സമ്പൂർണ്ണ നിർവീകാരിയാകണം അല്ലേ? മര്യാദ പുരുഷോത്തമനാകണം. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ്. പക്ഷെ പലപ്പോഴും പുരുഷാർത്ഥത്തിൽ ധാരാളം പേര് അവിടെയാണ് തോറ്റു പോകുന്നത്. പഠിത്തേ ഫിർ ബി ഇത്തനെ ഹേ ജിത്തനെ കൽപ്പ് പേലെ പാസ് ഹുയേത്തെ. ഇനി ബാബ പറഞ്ഞ നമ്മൾ ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അഥവാ നമ്മൾ മറ്റുള്ളവരിൽ ഇങ്ങനെ ശ്രദ്ധ ചെലുത്താനും പറ്റില്ല. ഇവർ പഠിക്കുന്നുണ്ടോ, ഇവർ യോഗം ചെയ്യുന്നുണ്ടോ, ഇവർ എത്രമാത്രം സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെന്ന്. കാരണം ബാബ പറയണ ആരാണോ കൽപ്പം മുമ്പ് എത്രത്തോളം പഠിച്ചു പാസ്സായോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവരുടെ പഠനം നടക്കുക. അതിനനുസരിച്ച് മാർക്കോട് കൂടിയായിരിക്കും അവർ പാസ്സാവുക. വാസ്തവമേ ജ്ഞാൻ ഹൈ ബി ബഹുത് സഹജ് പരന്തു മായ ബുലാ ദേത്തി ഹെ. സത്യത്തിൽ ബാബ നൽകിയിരിക്കുന്ന ഈ ജ്ഞാനം വളരെ എളുപ്പമാണ്. പക്ഷെ ഇതൊക്കെ ഓർത്ത് വെക്കാനോ നമ്മുടെ ജീവിതത്തിൽ ധാരണയിൽ കൊണ്ടുവരാനോ ബാബ പറയണ മായ ഇത് അനുവദിക്കാറില്ല. മായ എന്താകുന്നു? ഇതൊക്കെ മറപ്പിക്കും. तो बाबा कहते अपने चार्ट लिखो परंतु लिख नहीं पाते. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ നിത്യേന തൻ്റെ ചാർട്ട് പരിശോധിക്കും. പക്ഷെ ബാപ്പനെ ചാർട്ട് വെക്കാനേ പറ്റാറില്ല. കഹാ തക് ബൈറ്റ്ലിക്ക് എത്ര കാലം ഇരുന്ന് എഴുതും? ഒരു ദിവസം എഴുതും, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം വീണ്ടും വിട്ടുപോകും. അഗർ ലിഖ്തേ ബി ഹേ തോ ജാഞ്ച് കർത്തേ ഹേ 2 घंटे യാദ് മേ രഹേ. ശരി, നിങ്ങൾ ഇനി എഴുതുന്നുണ്ട് എന്ന് വിചാരിച്ചോ,
നിങ്ങൾ തൻ്റെ ഉള്ളിൽ പരിശോധിച്ച് നോക്കാറുണ്ടോ 2 മണിക്കൂർ ഞാൻ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത്? फिर वो भी उनको मालूम पड़ता जो बाप की श्रीमत को अमल में लाते. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ആരാണോ അത്തരത്തിൽ തൻ്റെ ഉള്ളിൽ തന്നെ ശ്രദ്ധ കൊടുക്കുന്നത്, എത്ര സമയം എനിക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്, സെൽഫ് ചെക്കിങ് നടക്കുന്നത്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണോ ബാബയുടെ ശ്രീമതം അതിനെനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ബാബ് തോ സംജെങ്കി ഇൻ വിചാരോ കോ ലജ്ജാത്തി ഹോഗി. ചില കുട്ടികൾ ഇതൊന്നും പറയാറില്ല. അപ്പോൾ ബാബ പറഞ്ഞു തരാൻ അവർക്ക് ലജ്ജ തോന്നുന്നുണ്ടാകാം, ഓർമ്മിക്കുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് ലജ്ജ തോന്നുന്നുണ്ടാകാം. നഹി തോ ശ്രീമത് അമൽ മേ ലാനി ചായേ ന. ബാബ പറഞ്ഞു തരാൻ ഒരു പക്ഷെ അവർക്ക് ബാബയുടെ ഓർമ്മയുണ്ടാകുന്നു എങ്കിൽ ബാബ പറഞ്ഞു തരാൻ ശ്രീമതം, അവർ ബാബ നൽകുന്ന ശ്രീമതത്തെ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമായിരുന്നു. പരന്തു 2% മുഷ്കിൽ ചാർട്ട് ലിഖ്തേ. പക്ഷെ ബാബ പറയുന്ന കുട്ടികൾ അതൊന്നും ചെയ്യാറില്ല, ചാർട്ടൊന്നും എഴുതാറുമില്ല. ബച്ചോങ്കോ ശ്രീമത് ഇത്തന റിഗാർഡ് നഹി. എന്തുകൊണ്ട് ചാർട്ട് എഴുതാൻ പറ്റുന്നില്ല? ബാബ പറഞ്ഞു തരണ മക്കൾക്ക് ബാബ നൽകുന്ന ശ്രേഷ്ഠ നിർദ്ദേശനത്തെ ബാബന് അത്രയും ആദരവ് കൊടുക്കുന്നില്ല. മുരളി മിൽത്തെ ഹുയേ ബി പഠിത്തേ നഹി. ബാബയുടെ മഹാവാക്യം നമ്മുടെ കൈകളിൽ കിട്ടിയാൽ പോലും ബാബ പറഞ്ഞ കുട്ടികൾ വായിക്കാറുമില്ല. ദിൽ മേ ലഗ്താ ജറൂർ ഹോഗ ബാബ ബക്കേത്തെ തോ സച്ച്. മുരളി കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ബാബ ഇത് പറയുന്നതൊക്കെ വളരെ സത്യമായി തോന്നും. ഹം മുരളി ഹി നഹി പഠിത്തേ തോ ബാക്കി അവരോക്കോ സംജായെങ്കി ക്യാ. നമുക്ക് മുരളിക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല. മുരളിയുടെ ഗഹനമായിരിക്കുന്ന ബാബ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ബാബ ചോദിക്കണം, അവർ മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? യാദ് കി യാത്ര റുഹാനി ബാപ്പ് റുഹാനി ബച്ചോക്കോ സംജാത്തേ ഹെ. ബാബ അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മയുടെ യാത്രയിലേക്ക് പോയി. എൻ്റെ വീണ്ടും മുരളി ആരംഭിക്കുകയാണ്. ആത്മീയ ബാബ തൻ്റെ ആത്മീയ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഏതോ ബച്ചേ സമസ്തേ ബരോബർ ഹം ആത്മാ ഹെ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാമല്ലോ ഏത് കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു ഞാൻ ആത്മാവാണെന്നുള്ളത്. രണ്ടാമത്തത് നാം ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? സ്വയം പരംപിത പരമാത്മാവ്. ഓർ ക്യാ കേത്തെ മുझे യാദ് കറോ. ബാബ എന്താണ് നമ്മളോട് പറയുന്നത്? എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിലേ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കൂ. ഇസ്മേ ബാബ് ബി ആ ഗയാ പഠായി ഓർ പഠാനെ വാല ബി ആ ഗയാ. ഇതിലെല്ലാം ഉൾപ്പെട്ടു. എന്താണ്? പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും എല്ലാം ഇതിൽ വരുന്നുണ്ട്, പഠിപ്പും വരുന്നുണ്ട്. കാരണം ഇതിൽ ബാബ വരുന്നുണ്ട്, ബാബയുടെ ഓർമ്മയുണ്ട്, ബാബയുടെ പഠിപ്പുണ്ട്. സദ്ഗതി ദാത്ത ബി ആ ഗയ. ഇനി പരമാത്മാവാരാണ്, സദ്ഗതി ദാത്താവാണ്, ആ സ്മൃതിയും വരും. തോടെ അക്ഷരമേ സാരാ ജ്ഞാൻ ആ ജാത്ത. കുറച്ച് അക്ഷരം മതി പഠിപ്പും പഠിപ്പിക്കുന്നവനും എന്ന് ഓർമ്മിച്ചാലും മതി. അതിൽ തന്നെ എന്ത് വരും? എല്ലാം അതിൽ അടങ്ങിയിരിക്കും. ബാബയുടെ ഓർമ്മയും വരും, ജ്ഞാനവും വരും. യഹാ തും ആത്തേ ഹി ഹോ ഇസ്കോ റിവൈസ് കർണേ കേ ലിയേ. അപ്പോൾ ബാബ പറയണേ, ഇപ്പം നമ്മൾ മധുബനത്ത് പോകുന്നത് തന്നെ എന്തിനാണ്? ഒന്നും കൂടി നമ്മളുടെ ബുദ്ധിയിൽ യഥാർത്ഥമായിരിക്കുന്ന പരമാത്മാവിനെയും പരമാത്മ നൽകുന്ന ജ്ഞാനത്തെയും റിവൈസ് ചെയ്യാണ്. ബാബി യഹി സംജാത്തെ ക്യോങ്കി തും ഖുദ് കേത്തെ ഹോ ഹം ഭൂൽ ജാത്തെ ഇസ്ലിയെ യഹാ ആത്തെ റിവൈസ് കർണേ. കാരണം നമ്മൾ നമ്മുടെ ഗൃഹസ്ഥത്തിലിരിക്കുമ്പോഴുണ്ടാകും എപ്പോഴും സദാ ബാബയുടെ ഓർമ്മ ഉണ്ടാകണമെന്നില്ല പൊതുവെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താകും? ബാബയുടെ അടുത്ത് പോകും, മധുബന പോകും. ആ മധുബന ക്യാമ്പസിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ പിന്നെ പുറലോകമായിട്ടുള്ള കണക്ഷനിലേക്ക് വരുന്നില്ലല്ലോ. ബുദ്ധിയിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ വരാറില്ല. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വരുന്നത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യാനാണ്. ബൽ കൊയ് യഹാ രഹത്തെ ഹെ തോ ബി റിവൈസ് നഹി ഹോത്താ. ഇനി ബാബ പറയുന്ന സറണ്ടർ ആയിട്ട് ചിലപ്പോൾ മധുബനത്തിലിരിക്കാം, അതോ സെൻട്രൽ തന്നെ ആയിരിക്കാം. പക്ഷെ ബാബ പറയുന്ന അവർക്ക് പോലും ഇതുണ്ടാകുന്നില്ല, റിവൈസ് ആക്കാൻ പറ്റാറില്ല. തക്ദീർ മേ നഹി. ബാബയുടെ മടിത്തട്ടിൽ ഇരുന്നിട്ടും അത് സാധിക്കുന്നില്ല എങ്കിൽ ബാബ പറഞ്ഞ അവരുടെ ഭാഗ്യത്തിലേ ഇല്ല. തദ്ബീർ തോ ബാബ് കരാത്തേ ഹി ഹെ. അല്ലേ? പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാനാണ് ബാബ വന്നത്. ബാബയ്ക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതില്ലല്ലോ. ബാബ നമുക്ക് ഈ ജ്ഞാനം നൽകി പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത് ആരെയാണ്? ആരെക്കൊണ്ടാണ്? മക്കളെ കൊണ്ട്. तदबीर कराने वाला एक बाप ही है, इसमें कोई के पास खातरी भी नहीं हो सकती, ना स्पेशल पढ़ाई है. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത് ഒരേ ഒരു ബാബ തന്നെയാണ്.
ഇതിൽ ബാബപ്പൻ എന്താണ് ലൗകിക സ്കൂളിൽ എക്സ്ട്രാ ട്യൂഷൻ ക്ലാസ് ഒക്കെ കൊടുക്കൂലേ. അപ്പോൾ ബാബപ്പൻ അത്തരത്തിലുള്ള യാതൊരു സ്പെഷ്യലായിട്ടുള്ള പഠിപ്പോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഓരോരുത്തർക്കും എന്താണ് സ്പെഷ്യൽ കെയറിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഉസ് പഠായി में സ്പെഷ്യൽ പഠने के लिए टीचर को बुलाते സ്കൂൾ ടീച്ചറും ഉണ്ടാവും, ട്യൂഷൻ ടീച്ചറും ഉണ്ടാവും കുട്ടികൾക്ക്. അതേപോലെ ബാപ്പൺ ഇവിടെ അത്തരത്തിലുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് ഒന്നുമില്ല. ഏതോ തക്ദീർ ബനാനേക്കില് സബ്കോ പഠാത്തെ. ബാബ എന്ത് ചെയ്യുന്നു? എല്ലാ മക്കളുടെ ഭാഗ്യം ഒരുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ എന്ത് ചെയ്യുന്നത്? ഒരുപോലെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഏക്കേക്കോ അലഗ് കഹാ തക് പഠായെങ്കിൽ കിത്തനെ ഡേർ ബച്ചേ ഹെ, എത്ര അധികം മക്കളുണ്ട്? ബാബ ചോദിക്കാൻ അതെങ്ങനെ സാധിക്കുക ഓരോരുത്തരെ സെപ്പറേറ്റ് വിളിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? उस पढ़ाई में कोई बड़े आदमी के बच्चे होते तो उनको स्पेशल पढ़ाते. टीचर जानते कि ये डल है इसलिए उनको സ്കോളർഷിപ്പ് ലായക് बनाते. അപ്പോൾ സാധാരണ സ്കൂളുകളിൽ നല്ല പണക്കാരുടെ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ടീച്ചറിന് വയ്ക്കും, സ്പെഷ്യൽ പഠിപ്പിക്കുകയായിരിക്കാം. അതേപോലെ തന്നെ ടീച്ചറിന് മനസ്സിലായി കുട്ടി അത്രയും പഠിക്കാൻ പുറകോട്ടാണെങ്കിൽ ടീച്ചർ അവർക്ക് എക്സ്ട്രാ കെയറിങ് കൊടുത്ത് എന്ത് ചെയ്യും? പഠിപ്പിച്ച് സ്കോളർഷിപ്പ് നേടാൻ യോഗ്യരാക്കി മാറ്റും. वो बाप ऐसे ये बाप ऐसे नहीं करते, ये तो एक सबको पढ़ाते. ബാപ്പൻ ഇവിടെ അങ്ങനെ സ്പെഷ്യൽ പഠിത്തോ അതോ സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടാകുന്നില്ല. ബാബ പറയുന്നത് ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. वो हुआ टीचर का एक्स्ट्रा पुरुषार्थ कराना, ये तो एक्स्ट्रा पुरुषार्थ किसको अलग से कराते नहीं. അവിടെ ബാബ പറഞ്ഞു തരുന്ന സ്കൂളുകൾ പഠിക്കുമ്പോഴൊക്കെ എക്സ്ട്രാ പീരിയഡ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ എക്സ്ട്രാ ക്ലാസ്സുകൾ വെക്കാം, എക്സ്ട്രാ ടീച്ചർ അവർക്ക് വെക്കാം. പക്ഷേ ബാബ പറഞ്ഞു ഇവിടെ അത്തരത്തിൽ എക്സ്ട്രാ പുരുഷാർത്ഥം വേറെ വേറെ ചെയ്യിപ്പിക്കുന്നതൊന്നും ഇല്ല. എക്സ്ട്രാ പുരുഷാർത്ഥം മാനാഹി മാസ്റ്റർ കുച്ച് കൃപ കർത്തെ. എക്സ്ട്രാ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്വയം ശിക്ഷകൻ ആ വിദ്യാർത്ഥിയോട് കാണിക്കുന്ന കൃപയായിരിക്കും. ഐസൈത്തോബൽ പൈസയിലേറ്റ് അങ്ങനെ എക്സ്ട്രാ കൃപ കാണിക്കുമ്പോൾ അവർക്ക് ട്യൂഷൻ ഫീസ് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരില്ലേ? കാസ് ടൈം ദേ പഠാത്തി അവർക്ക് വേണ്ടി സെപ്പറേറ്റ് സമയം കാണേണ്ടതായിട്ട് വരും. അവരെ പഠിപ്പിക്കാൻ സമയം കാണണം. ജിസ്സേ വോ ജാസ്തി പഠിക്ക ഹോഷിയാർ ഹോത്തെ. അതായത് ആ രൂപത്തിൽ എക്സ്ട്രാ കെയറിങ് എക്സ്ട്രാ അവർക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവർ പഠിച്ച് വളരെയധികം ബുദ്ധിശാലികളായിട്ട് മാറും. യഹാ തോ ജാസ്തി കുച്ച് പഠനയ്ക്ക് ബാത്തി നഹി. ബാബ പറയണ ഇവിടെ ബാബ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ. ബാബ പറഞ്ഞ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ട കാര്യമില്ലല്ലോ, അതിനുവേണ്ടി എക്സ്ട്രാ സമയം കണ്ടെത്തി പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോ ബാത്തി നഹി. ബാബയുടെ കാര്യം തന്നെ വളരെയധികം വ്യത്യസ്തമാണ്, പുതിയ അറിവാണ്. ഏകീ മഹാമന്ത്ര ദേത്തെ. ബാബ എല്ലാവർക്കും ഒറ്റ മഹാമന്ത്രം നൽകുന്നുള്ളൂ. എന്താണത്? മൻ മനാ ഭവ. യാദ് സേ ക്യാ ഹോത്താ? ये तो समझते हो बाकी पतित पावन है. അപ്പോൾ ബാബ പറയുന്ന ഓർമ്മയിൽ കൂടി എന്താണ് സംഭവിക്കുക? ഇപ്പം നമുക്കറിയാം ബാബയുടെ ഓർമ്മയിൽ കൂടിയാണ് പതീതമായിരിക്കുന്ന ഞാൻ ആത്മ എന്തായി മാറും? പാവനായി മാറും അല്ലേ? ഇന്നലെയും ബാബ അത് തന്നെയല്ലേ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? പതീത പാവനായിരിക്കുന്ന ബാബ. ജാൻതി ഹോ ഉनको യാദ് കർനെ സി പാവൻ ബനേക. വേറെ ഉപായം ഇല്ലല്ലോ. നമുക്ക് ദേഹത്തെയൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയൊക്കെ തുന്നിക്കൂട്ടി മരുന്നൊക്കെ കൊടുത്ത് റെഡിയാക്കാം. പക്ഷെ മനസ്സിനാണ് കേടുപാട്, ആത്മാവാണ് പതിയിതായിരിക്കുന്നത്. അപ്പം അതിന് ഒറ്റ മൂല്യമേ ഉള്ളൂ. ഏതാണ്? ബാബയുടെ ഓർമ്മ. अब तुम बच्चों को ज्ञान है जितना याद करोगे उतना पावन बनेगा. അതുകൊണ്ട് ഇപ്പം നമ്മൾ കുട്ടികളിൽ സ്പഷ്ടമായിരിക്കുന്ന അറിവുണ്ട്. എന്തറിവ്? എത്ര വിസ്താരത്തിലുള്ള ജ്ഞാനമാണെങ്കിലും ഇതിൻ്റെ സാരം എന്താണ്? എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്ന അത്രത്തോളം ഞാൻ ആത്മ എന്താകും? പാവനമായി തീരും. കം യാദ് കരോഗേ തോ കം പാവൻ ബനേഗ. കുറച്ചാണ് ബാബയെ ഓർമ്മിക്കുന്നെങ്കിൽ നമ്മുടെ ശുദ്ധീകരണവും കൂടി എന്താകും? കുറച്ചേ ഉണ്ടാവുള്ളൂ. പാവനമാകുന്നതും കൂടി പെർസെൻറ്റേജ് ആകും. ഏതും ബച്ചോങ്കോ പുരുഷാർത്ഥ പർ ഹെ. അപ്പോൾ ബാപ്പണ് നിങ്ങൾ എത്രമാത്രം പാവനാകൂ? ഫുൾ പാവനാകോ? കുറച്ച് പാവനാകോ? ബാപ്പണ് ഇതൊക്കെ നിങ്ങളുടെ മേലെ ഡിപ്പെൻഡാണ്. നിങ്ങൾ എത്ര പുരുഷാർത്ഥം ചെയ്യുന്നോ അതിൻ്റെ ആധാരത്തിൽ. ബേഹദ് കെ ബാപ് കോ യാദ് കർനെ സേ ഹംകോ യെ ലക്ഷ്മി നാരായൺ ബന്ന. ബാബ പറഞ്ഞു തരുന്ന പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുമ്പോൾ മാത്രം നമുക്ക് ഏതുപോലാകാൻ പറ്റൂ? ലക്ഷ്മി നാരായണനെ പോലെ. ബാബ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മഹിമയെക്കുറിച്ച്. ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. കേത്തെ ബീഹി അപുണ്യാത്മാഹോ ഹം പാപ്പാത്മാഹോ. ഒന്നറിയില്ല എങ്കിൽ പോലും ഭക്തിമാർഗത്തിൽ
ദേവതകളുടെ മുന്നിൽ പോയി നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? അങ്ങ് പുണ്യാത്മാക്കളാണ്, നമ്മൾ പാപാത്മാക്കളാണ് എന്നുള്ളത്. ഡേർ മന്ദിർ ബനെ ഹുയെ, അതുകൊണ്ട് ധാരാളം ദേവതാ ക്ഷേത്രങ്ങൾ പണിതു. വഹാ സബ് ക്യാ കർനെ ജാത്തെ, ബാബ പറയണ അവിടെ എന്തിനാ പോകുന്നത്? ദർശൻ സെ ഫായദ തോ കുച്ച് ഭി നഹി, അല്ലേ? ദർശനം ചെയ്യാനാ പോവുക, അല്ലേ? പൂജിക്കാനും പ്രാർത്ഥിക്കാനും യാചിക്കാനും. അപ്പോൾ ബാബ പറയണ കേവലം ദർശനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകാറുണ്ടോ? ഇല്ല. ഏക് ദോക്കോ ദേഖ് ചലേ ജാത്തെ, ബസ് ദർശൻ കർണേ ജാത്തെ, ഫലാന യാത്ര പർ ജാത്തെ ഹം ബി ജാവേ. ഒരാൾ ചെയ്യുന്നു, അത് കണ്ട് മറ്റൊരാളും ചെയ്യാൻ പോകുന്നു, അല്ലേ? അപ്പോൾ ബാബ പറഞ്ഞ ദർശനം ചെയ്യാൻ അവർ പോയെങ്കിൽ അടുത്ത ദിവസം ഞാനും പോകും ദർശിക്കാൻ വേണ്ടിയിട്ട്. അവർ ഈ തീർത്ഥയാത്ര പോയി, അതുകൊണ്ട് ഇപ്പം ഞാനും തീർത്ഥയാത്ര പോകുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഭക്തി ഭാവനയോടു കൂടി, അത്രയും വ്രതത്തോടു കൂടി, ലക്ഷ്യബോധത്തോടു കൂടി പോകുമായിരുന്നു തീർത്ഥയാത്ര ഒക്കെ. ഇന്ന് വണ്ടി പിടിച്ചിട്ടാണ് പോവുക, ഉല്ലാസയാത്ര പോകുന്നത് പോലെ തീർത്ഥയാത്രയ്ക്ക് പോകും. ബാബ പറഞ്ഞു തരണം, ഒരാളെ കാണുന്നു, മറ്റൊരാളത് അംഗീകരിച്ച് അതിനനുസരിച്ച് പോകും. ഇസ്മേ ക്യാ ഹോഗ, ബാബപ്പണ് ഇതിലിപ്പോൾ എന്താ സംഭവിക്കുക? കുച്ച് ഭീ നഹി. ബാബപ്പണ് നിങ്ങളുടെ ഇച്ഛ പൂർത്തിയാവുകയില്ല, അതുകൂടാതെ നമ്മളുടെ ഉള്ളിലൊരു പരിവർത്തനവും ഉണ്ടാക്കിയെടുക്കാനും പറ്റുകയില്ല. തും ബച്ചോനെ ബി യാത്രയ്ക്ക്, ബാബ പറയണ മറ്റാരെക്കുറിച്ച് നിങ്ങൾ പറയണ്ട, അവരവർ തന്നെ ചെയ്തതാണല്ലോ. അപ്പം നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ, 63 ജന്മങ്ങൾ ചെയ്തു വന്നതെന്താ? എത്ര ഭക്തി ചെയ്തു, എത്ര യാത്രകൾ ചെയ്തു. ജैसे और तुम्हारे मान त्योहार मनाते हैं വൈസെ യാത്ര ബി ഏക് ത്യോഹാർ സമസ്തെ. മറ്റുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് പോലെ ഇന്നെന്തായി മാറി? തീർത്ഥയാത്രകളും ഒരു ഉല്ലാസയാത്രയായിട്ട് മാറിയിരിക്കുകയാണ്. അഭി തും യാദ് കി യാത്ര ബി ഏക് ത്യോഹാർ സമസ്തേ ഹോ. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ നമുക്കുള്ള യാത്ര, നമുക്കുള്ളൊരു ഉത്സവം എന്താ? ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത്, അല്ലേ? തും യാദ് കി യാത്ര മേരത്ത്. ഒരു ഉത്സവം ആഘോഷിക്കുന്നത് നമുക്ക് കിട്ടുന്നത് എന്താ? അമ്പലത്തിലുണ്ടാവുമല്ലോ 3 ദിവസം 4 ദിവസം 5 ദിവസം 7 ദിവസം ഉത്സവം. എല്ലാം മറന്നിട്ടുണ്ടാകും ഒരു സന്തോഷം. ഉത്സവം പന്തലൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താകും? വീണ്ടും പഴയപടി തന്നെ, അല്ലേ? അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, അതേ ഒരു ഉത്സവം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. എന്ത്? ആ പരമാത്മ സ്മൃതിയിലിരിക്കുമ്പോൾ അതേ സന്തോഷം നമ്മളുടെ ഉള്ളിൽ എന്താവാണ്? അവിടെ അല്പസമയത്തിലേക്ക് ഇവിടെ എന്താവാണ്? നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷർ ഹി ഏക്കെ മൻ മനാഭവ. ബാബ എല്ലാവർക്കും കൊടുക്കുന്ന ഒറ്റ അക്ഷരമാണ് മൻ മനാഭവ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടാണ് ആരോ ഓർമ്മിക്കേണ്ടത്? ബാബയെ ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ബാപ്പണ് ഇത് സ്ഥൂലമായിരിക്കുന്ന യാത്രയല്ല, ഇത് നമ്മുടെ യാത്ര അനാദിയാണ്. वो भी कहते हैं यात्रा हम अनादि करते आए, परंतु तुम अभी ज्ञान सहित कहते हो हम कल्प कल्प ये यात्रा करते हैं. അപ്പോൾ ബാബ പറയണ അവരോടും ചോദിച്ചാൽ അവരും പറയും ഇതൊക്കെ അനാദിയായിട്ട് നടന്നു വരുന്നൊരു എന്താണ് ഓരോ ആചാരങ്ങളാണ്. തീർത്ഥയാത്രക്ക് പോവുക, വ്രതം എടുക്കുക, ഇതൊക്കെ. അതേപോലെ ബാബ പറയണ നിങ്ങൾ കുട്ടികളും കൂടി പറയണം, ജ്ഞാനസഹിതം പറയാൻ പറ്റണം. കൽപ്പവും തുടർന്ന് വരുന്നൊരു യാത്രയാണ് ഇത് എന്ന് വെച്ചാൽ എല്ലാ കൽപ്പത്തിലും എന്താകും? നമ്മൾ ഈ യാത്ര ചെയ്യുകയാണ്. അതും ബാബ തന്നെ വന്ന് നമുക്ക് ഈ യാത്ര പഠിപ്പിക്കുകയാണ്. വോ ചാരോ ധാം ജൻ ബൈ ജന്മ യാത്ര കർത്തെ. ഭക്തിമാർഗത്തിലായിരുന്നപ്പോൾ ഓരോ ജന്മങ്ങളും ചാരോധാം യാത്ര നടത്തുമായിരുന്നു. ഏ തോ ബേഹദ് കാ ബാബ കേത്ത് മുझे യാദ് കറോ तो तुम പാവൻ ബൻ ജായേ. ഇങ്ങനെ കറങ്ങി നമ്മൾ യാത്രകൾ ചെയ്തു, അല്ലേ? വല്ല മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായിരുന്നു, വല്ല ഗുണം ഉണ്ടായോ? അതും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാബപ്പന ആ ഒരു സമയത്തിലേക്ക് നമുക്ക് എന്തുണ്ടാകും? ആ ഫലം നമുക്ക് കിട്ടും. അല്ലാണ്ട് ബാപ്പണ് സദാ നമ്മുടെ ജീവിതകാലം ഉടനീളം നമുക്ക് അങ്ങനെ ഒരു പ്രാപ്തിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു എങ്കിലോ? ഓരോ പ്രാർത്ഥനയുടെ ഫലം, ഓരോ പ്രാർത്ഥനയിൽ നമുക്ക് ശക്തി, ഓരോ യാത്രയിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് ലോകം, ഇന്ന് സമൂഹം എന്താകുമായിരുന്നു? എത്രയോ ശ്രേഷ്ഠതയിലേക്ക് പോകുമായിരുന്നു, അല്ലേ? അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ്, എത്രമാത്രം നിങ്ങൾ ഭഗവാനെ ഓർമ്മിക്കുന്നു, ബാബയെ ഓർമ്മിക്കുന്നു തിരിച്ചറിവോടുകൂടി, അച്ഛനാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഓർമ്മിക്കുന്നു, അപ്പോഴേ ഞാൻ ആത്മാവിൽ എന്തുണ്ടാവുകയുള്ളൂ? ആ ഒരു പരിവർത്തനം, ആ ഒരു പാവന അവസ്ഥയെ കൊണ്ടുവരാൻ പറ്റും. ऐसे तो और कोई कभी नहीं कहते कि യാത്ര से तुम पावन बनेगा. അങ്ങനെ ആരെങ്കിലും തീർത്ഥയാത്ര പോകുമ്പോൾ ലക്ഷ്യത്തോടെയാണോ പോവുക? നമ്മൾ ഈ തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പാവനരായി തീരുമെന്ന് പറഞ്ഞിട്ടാണോ പോവുക? അല്ല.
മനുഷ്യ യാത്ര पर जाते हैं तो वो उस समय पावन रहते. ശരിയാണ്, അവർ ആ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ അവർ ജീവിതത്തിൽ എന്തുണ്ടാകും? ഒരു പാവനാവസ്ഥയെ, പവിത്ര അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൽ എല്ലാ പ്രകാരത്തിലുള്ള പവിത്രത ഉണ്ടാകും എന്നുള്ളത് അറിയില്ല. ആജ്കൽ തോ വഹാ ഭി ഗന്ധ് ലഗാ പടാ പാവൻ നഹീ രഹത്തെ. പക്ഷെ ബാബ പറയണ ഇന്ന് അതുപോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർത്ഥയാത്ര പോകുമ്പോഴും ബാബണ അവിടെയും പവിത്രമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് പോലും ഡൗട്ടാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ ആ സ്ഥാനം പോലും ഇന്ന് പാവനമല്ലാത്ത അവസ്ഥ. ഇസ് റുഹാനി യാത്ര ജോ കിസ്കോ പത്താ നഹീ ഹെ. അപ്പോൾ ബാപ്പണ സ്ഥൂല യാത്രകൾ പോകും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിവുണ്ടാകും. എത്ര തീർത്ഥയാത്രകൾ പോകുന്നു, അവിടെ ഏതെല്ലാം രീതിയിലാണുള്ളത് എന്നുള്ളത് ലോകത്തിനറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബാബ പറയണ നിങ്ങൾ കുട്ടികൾ ഇവിടെ ആത്മീയ യാത്രയിലാണ്. പക്ഷെ ബാപ്പണ ഈ യാത്രയെക്കുറിച്ച് ആരും അറിയുന്നതും ഇല്ല. തുമക്കോ ഭി ബാബാ നെ ബത്തായ യേ യാത്ര യാദ് കി യാത്ര ഹെ സച്ചി. ബാബ പറയണ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓർമ്മയുടെ യാത്രയാണ് യഥാർത്ഥമായിരിക്കുന്ന സത്യമായിരിക്കുന്ന യാത്ര. വോ യാത്ര കാ ചക്ക് ലഗാനെ ജാത്തെ ഫിർ ഭി വൈസേ കാ കൈസ വൈസ ബൻ ചാത്ത. നോക്ക്, അവർ യാത്ര എന്താണ് തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ട് അവരൊരു എന്താണ് ഒരു ടൂർ പോലെ അങ്ങ് പോകും. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോഴോ എങ്ങനെ പോയോ അതുപോലെ ഒരു മാറ്റമൊന്നും അവരിൽ ഉണ്ടാവുകയില്ല. വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നു എന്ന് മാത്രം. ജയ്സെ വാസ്കോഡി ഗാമ. ബാബപ്പണ്ണ ഏതുപോലെ വാസ്കോഡി ഗാമ ലോകം മൊത്തം കറങ്ങി വന്നതുപോലെയാണ് ഇപ്പോഴെല്ലാവരും എന്ത് ചെയ്യുന്നത്? കറങ്ങാൻ പോകുന്നത്. അങ്ങനെ തന്നെയല്ലേ പറയാം, കറങ്ങാൻ പോയി, അവിടെ കറങ്ങാൻ പോയി, ഇവിടെ കറങ്ങാൻ പോയി പറയും. ഗീത് ബി ഹേ ന ചാരോ തരഫ് ലഗായെ ഫേരെ ഹർദം ഫിർ ബി ദൂർ രഹേ. അതുകൊണ്ട് ഭക്തിയിൽ തന്നെ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹേ ഭഗവാനെ, ഞാൻ 4 ഭാഗം ചുറ്റിക്കറങ്ങി, ലോകം മുഴുവൻ കറങ്ങി വന്നിട്ടും ഞാൻ അന്നും ഇന്നും നിന്നിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. ഭക്തി മാർഗമേത്തോ കൊയ് മിൽ നഹീ സക്ത. എന്ന് വെച്ചാൽ ഭക്തി മാർഗത്തിൽ നമുക്ക് യാതൊന്നിൻ്റെയും പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഭഗവാൻ കൊയ്ക്കോ മിലാ നഹി. ആർക്കും തന്നെ ഭഗവാന്റെ പ്രാപ്തി ഉണ്ടായിട്ടുമില്ല. എല്ലാ സമയങ്ങളിലും ഭഗവാനിൽ നിന്നും നമ്മൾ അകന്നകന്നേ പോയി. ഫേരെ ലഗാക്ക് ഫിർ ബി ഗർമേ ആക്ക് 5 വികാരമേ ഫസ്തേ. എന്തുകൊണ്ടാണ് ഭഗവാന്റെ പ്രാപ്തി ഇല്ലാതെ പോയത്? അതായത് നമ്മൾ വളരെ ഭക്തിഭാവനയോടുകൂടി തീർത്ഥയാത്രകളും പൂജ വഴിപാടുകളൊക്കെ ചെയ്യും, ക്ഷേത്രങ്ങളിൽ പോകും. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വന്ന യഥാപ്രകാര സ്വഭാവം വീണ്ടും ആരംഭിക്കും, അല്ലേ? വീണ്ടും പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെടും. वो सब यात्राएं झूठी है. ഇപ്പം നമ്മൾ തീർത്ഥയാത്ര ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെ കാണാമല്ലോ, ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം വ്രതങ്ങളാണ്, അല്ലേ? വായും കൊണ്ട് ചീത്ത വാക്ക് പറയരുത്, സങ്കല്പത്തിൽ ചീത്ത ചിന്തകൾ ഉണ്ടാകരുത്, ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരിക്കും. തിരിച്ചു വന്നാൽ ഫസ്റ്റ് വ്രതം മുറിക്കൽ, അതോടെ എല്ലാ വ്രതവും എന്താകും? മുറിക്കുക. അതുവരെ അടക്കി പിടിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ എന്താകും? പുറത്തേക്കിടും. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ ആ യാത്രകളെല്ലാം മിഥ്യമാണ്. അഭി തും ബച്ചി ജാനത്തെ ഹെ പുരുഷോത്തം സംഗംയുഗ് ജബ്കി ബാപ്പ് ആയേ ഹെ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ ഒരു സമയത്താണ് ബാബ വന്നിരിക്കുന്നതും. ഏക് ദിൻ സബ് ജാൻ ജായേഗ ബാപ്പായ ഹുവാ ഹെ. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും ഭഗവാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ബാബ പറയുന്ന ഒരു നാൾ വരും, എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങും ഭഗവാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു. ഭഗവാൻ ആക്രിൻ മിലേഗ ലേക്കിൻ കേസെ. എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, ഭക്തിയുടെ ഫലമായിട്ട് ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകും. പക്ഷെ എപ്പോ, എങ്ങനെ? ഏതോ കോയി ബി നഹി ജാൻത. ഇതിനുള്ള ഉത്തരം ആരുടെ കയ്യിലും ഇല്ല. ये तो मीठे मीठे बच्चे जानते कि हम श्रीमत पर इस भारत को फिर से स्वर्ग बना रहे हैं. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം, മധുരമായിരിക്കുന്ന മക്കൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ബാബയുടെ ശ്രീമതത്തിൻ്റെ ആധാരത്തിലാണ് വീണ്ടും ഈ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് കാഹി തും നാം ലേങ്കെ. അപ്പോൾ ബാപ്പയുടെ ഭാരതത്തെക്കുറിച്ച് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഭാരതമായിരുന്നു സ്വർഗം, വീണ്ടും ഇതേ ഭാരതം തന്നെ വീണ്ടും ഉണ്ടായി മാറും സ്വർഗം. അപ്പം ആക്കുന്നതാരാ? ബാബയുടെ ശ്രീമതത്തിലൂടെ നമ്മൾ കുട്ടികൾ തന്നെ. കാരണം സ്വർഗത്തിൽ ഉണ്ടായതാരാ? ദേവതകൾ. അപ്പോൾ ബാബ ഫസ്റ്റ് നമ്മൾ എന്താക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്? ദൈവീക ഗുണമുള്ളവരാക്കി മാറ്റുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എവിടെയാ? ആദ്യം തുടക്കം എന്നിലാണ്. ഒരു സമയം അവർ കൊയ് ധർമ്മ ഒത്താനഹി. അപ്പോൾ ബാബ പറഞ്ഞ ഭാരതത്തിൽ തന്നെയായിരുന്നു സ്വർഗം. ആ സമയത്ത് മറ്റൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല.
മുഴുവൻ വിശ്വവും അത്രയധികം പവിത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാബ പറഞ്ഞ മൊത്തം കലങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്ന് ഒരു ധർമ്മമല്ലല്ലോ, ഇന്ന് ബാപ്പണ് എത്ര അധികം ധർമ്മങ്ങളുണ്ട്, എത്ര മനുഷ്യരുണ്ട്, അത്രയും ധർമ്മങ്ങളായിട്ട് മാറി. तो बाप आपको तुमको सारे जाड़ का നോളജ് സുനാത്തി. അതുകൊണ്ട് കൽപ്പവൃക്ഷത്തിൽ ബാബ നമ്മൾ കുട്ടികൾക്ക് മുഴുവൻ മാനവ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. തുമക്കോ സ്മൃതി ദിലാത്തെ, മറന്നുപോയ കാര്യങ്ങളൊക്കെ ബാബ വീണ്ടും എന്താവുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് ബാബ? ബാബ പറയണ, ആയിരുന്നു നിങ്ങൾ ദേവതാ ആത്മാക്കൾ, പിന്നീട് നിങ്ങൾ എവിടത്തേക്ക് വന്നു? ക്ഷത്രിയരായി. പിന്നീട് നമ്മൾ വീണ്ടും ഇറങ്ങി വൈശ്യരായി. അവിടെ നിന്ന് വീണ്ടും കലിയുഗത്തിലേക്ക് ഇറങ്ങി നമ്മൾ എന്തായി? നമ്മുടെ അവസ്ഥ ശൂദ്രാവസ്ഥയിലേക്ക് വന്നു. അഭിത്തും സോ ബ്രാഹ്മൺ ബനി ഹോ. ഇപ്പോൾ വീണ്ടും ചക്രം വീണ്ടും കറങ്ങാണ്. ശൂദ്രരായ നമ്മൾ ആത്മാക്കൾ വീണ്ടും ബാബ എന്താക്കി മാറ്റി? ബ്രാഹ്മണനാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഞാൻ തന്നെ നീ എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ ആത്മാവാദിയിൽ ദേവത, പിന്നീട് ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, വീണ്ടും അതേ ആത്മാവായ ഞാൻ വീണ്ടും എന്താവുകയാണ്, ആയിരിക്കുകയാണ് ബ്രാഹ്മണൻ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം ബാബ എത്ര എളുപ്പത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഭക്തിമാർഗത്തിൽ ഇതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടത് എങ്ങനെയാണ്? ആത്മാസോ പരമാത്മ, ആത്മ തന്നെയാണ് പരമാത്മ, പരമാത്മ തന്നെ പിന്നീട് ആത്മ എന്നുള്ളത്. മൈ ആത്മാ ഫിർ ഹം ആത്മാ ഇസെ ചക്ര ലഗാത്തി. എന്നാൽ ഞാൻ തന്നെ നീ എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആത്മാവ് തന്നെയാണ് ഈ ചക്രങ്ങൾ കൂടി കടന്നു വരുന്നതും. വോതോ കഹദേത്തെ ആത്മാസോ പരമാത്മ ഏക് ബി നഹി ജിസ്കോ ഹംസോ കാ അർത്ഥ യഥാർത്ഥ മാലൂം ഹോ. ബാബ പറഞ്ഞ ഈ ലോകത്തിൽ ഹംസോ സോഹം, ഞാൻ തന്നെ നീ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളൊന്നും ആർക്കും അറിയുകയില്ല. तो बाप कहते ये जो मंत्र है ये हर दम याद रखना चाहिए. അതുകൊണ്ട് ബാബ മക്കളോട് പറയുകയാണ്, ഈ മന്ത്രം ഏതാണോ, ഏത് മന്ത്രം? ഞാൻ തന്നെ നീ എന്ന് വെച്ചാൽ ഞാൻ ആത്മ തന്നെ ദേവത, ഞാൻ ആത്മാവ് തന്നെ ക്ഷത്രിയ. ഈ ഒരു മന്ത്രത്തെ ബാബ പറഞ്ഞ് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കണം. ചക്രബുദ്ധിമേ നഹി ഹോഗാ തോ ചക്രവർത്തി രാജ കേസെ ബനേഗ. അപ്പോൾ ബാബണ നമ്മുടെ തന്നെ ജീവിത ചക്രം നമ്മുടെ ബുദ്ധിയിലില്ല എങ്കിൽ ബാബ പറഞ്ഞ എങ്ങനെയാണ് ചക്രവർത്തി രാജാവാകാൻ സാധിക്കുക? അഭി ഹം ആത്മ ബ്രാഹ്മൺ ഹെ ഫിർ ഹംസോ ദേവത. ഇത്രയെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഓർമ്മ വേണം. ഞാൻ ആത്മ ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുകയാണ്, ഞാൻ തന്നെയാണ് വീണ്ടും എന്തായി മാറേണ്ടത്? ദേവത. യേ തും കോയി സേ ഭി ജാക്കർ പൂച്ചോ കോയി നഹി ബതായേഗ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഈ ഹംസോ സോഹം എന്നതുണ്ടല്ലോ, തത്വം എന്നുള്ളത്. അപ്പോൾ ബാബ പറഞ്ഞു, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോക്ക്, അവർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും പറഞ്ഞു തരാൻ പറ്റുകയില്ല. പൊതു 84 का अर्थ नहीं जानता. 84 ജന്മങ്ങളെ കുറിച്ചുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? 84 ലക്ഷം യോനികളാക്കിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭാരത് का उत्थान और पतन गाया हुआ ये ठीक है. സത്തോ പ്രധാൻ, സത്തോ രജോ തമോ, സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി. ബാബ പറഞ്ഞ ഭാരതത്തിൻ്റെ ഉത്ഥാനവും ഭാരതത്തിൻ്റെ പതനവും പാപ്പണ ഇത് ഓക്കെയാണ്, ഇത് ശരിയാണ്. കാരണം ഭാരതം സത്തോ പ്രധാന അവസ്ഥയിലായിരുന്നു, പിന്നെ അതേ ഭാരതം സത്തോ സമാന അവസ്ഥയിലേക്ക് വരുന്നു. പിന്നീട് ദ്വാപരയുഗത്തിലേക്ക് എത്തപ്പെടേണ്ടായി, രജോ പ്രധാനത്തിലേക്ക്, കലിയുഗത്തിലേക്ക് എത്തപ്പെടേണ്ടായി തമോ പ്രധാന അവസ്ഥ. എന്ന് വെച്ചാൽ ഞാൻ ആത്മാവ് തന്നെ സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി, ഇപ്പം എന്താ ശൂദ്രവംശി. അഭി തും ബച്ചോം കോ സബ് മാലൂം പട് ഗയാ. എങ്ങനെയാണ് ഈ കാലചക്രത്തിലൂടെ നമ്മൾ കടന്നു വന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ബീജരൂപ് ബാപ് കോ ഹി ജ്ഞാൻ കാ സാഗർ കഹാ ജാത. അപ്പോൾ മാനവവൃക്ഷത്തിൻ്റെ ബീജസ്വരൂപനാരാണ്? അത് പരമാത്മ, അച്ഛൻ തന്നെയാണ്. അപ്പം അവർ തന്നെയാണ് ജ്ഞാനസാഗരനും. വോ ഇസ് ചക്രമേ നഹി ആത്തെ ഐസെ നഹി ഹം ജീവാത്മാ സോ പരമാത്മ ബൻ ജാത്തെ. ബാബ പറഞ്ഞ ഇതിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ ചക്രത്തിൽ ജീവചക്രം ഉണ്ടല്ലോ നമ്മുടെ, സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള ഈ ചക്രത്തിൽ ഒരിക്കൽ ആര് വരുന്നില്ല? അച്ഛൻ വരുന്നില്ല. അതുപോലെ തന്നെ ബാബ മനസ്സിലാക്കി തരികയാണ്, ഹംസോ സോഹം എന്നതും ആർക്കു ചേർന്നതല്ല? പരമാത്മാവിന് ചേർന്നതല്ല. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, ഐസനേഹം ജീവാത്മ ആത്മസ്വ പരമാത്മ ബൻ ജാത്ത്. ഇനി ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ പരമാത്മാവായി മാറുക, അതും നടക്കുന്നതല്ല.
ബാബ് ആപ് സമാൻ നോളജ്ഫുൾ ബനാത്ത്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു ആത്മാ തന്നെ പരമാത്മാന്ന്? കാരണം ബാബ പറയണ ഞാൻ നിങ്ങൾ കുട്ടികളെ കൽപ്പത്തിൽ ഒരിക്കൽ വന്ന് തനിക്ക് സമാനം നോളജ്ഫുൾ ഉള്ളവരാക്കി മാറ്റുകയാണ്. ആപ് സമാൻ ഗോഡ് നഹി ബനാത്തി. ബാബ പറഞ്ഞ എനിക്ക് സമാനം നിങ്ങളെ ഭഗവാനാക്കി മാറ്റുന്നില്ല, പക്ഷെ ഭഗവാന് തുല്യ അവസ്ഥയിലേക്ക് ബാബ നമ്മളെ മാറ്റുകയാണ്. ഇൻ ബാത്തോं को बहुत अच्छी रीति समझना तब बुद्धि में चक्र चल सकता है. ബാബ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബുദ്ധിയിലും ഈ ചക്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ജിസ്കാ നാം ഹേ സ്വദർശൻ ചക്ര. ഇതിൻ്റെ പേര് തന്നെ ബാബ എന്താണ് നൽകിയിരിക്കുന്നത്? സ്വദർശന ചക്രം, സ്വ ആത്മാവിൻ്റെ ദർശനം അല്ലെ, സാക്ഷാത്കാരം. തും ബുദ്ധി സെ സമജ് സക്തേ ഹോ ഹം കൈസെ ഇസ് 84 കെ ചക്ര മേ ആത്തെ. അപ്പോൾ ബാബ പറഞ്ഞ സ്വദർശന ചക്രത്തിൽ നമ്മൾ അറിയുന്നത് എന്താ? എങ്ങനെയാണ് നമ്മൾ ഈ ചക്രത്തിലൂടെ 84 ജന്മങ്ങൾ കറങ്ങി വന്നത്. इसमें सब आ जाते हैं, समय भी आता, वर्ण भी आ जाता, വംശാവലി भी आ जाता. അപ്പോൾ ഈ ചക്രത്തിൻ്റെ സ്മൃതി ഉണ്ടാകുമ്പോൾ തന്നെ സർവജ്ഞാനം അതിലുണ്ട്. ഒന്ന് ബാബ പറഞ്ഞ ഈ കാലചക്രത്തിൻ്റെ സമയം എത്ര, കാലാവധി എത്ര, ഇതിലേതെല്ലാം വർണ്ണങ്ങളിലൂടെ നമ്മൾ വരുന്നു, ഇതിലേതെല്ലാം വംശാവലികൾ ഉണ്ടാകുന്നു, ഇതൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. अब तुम बच्चों की बुद्धि में सारा ज्ञान होना चाहिए. അപ്പോൾ ബാബ പറഞ്ഞു ഇപ്പം നിങ്ങൾ കുട്ടികൾ, ബാബ പറഞ്ഞു ഞാൻ നിങ്ങളെ ബാബയെ പോലെ തന്നെ അച്ഛനെ പോലെ തന്നെ നോളജ്ഫുൾ ആക്കി മാറ്റുകയാണ്. കാരണം പരമാത്മ ബീജരൂപനായതുകൊണ്ട് തന്നെ ആ മുഴുവൻ വൃക്ഷത്തിൻ്റെ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് ആരില്ല? ബാബയിൽ. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ആ മുഴുവൻ ജ്ഞാനം ഇപ്പം നിങ്ങൾ മക്കളുടെ ബുദ്ധിയിലും ഉണ്ട്. നോളജ് സേഹി ഊഞ്ച് പദം മിൽത്താം. എത്രമാത്രം ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ആർജിക്കപ്പെടുന്നു അത്രത്തോളം നമുക്ക് എന്താകുന്നു? ഉയർന്ന പദവി നേടാം. നോളജ് ഹോഗി തോ ഔറോं को भी देंगे ना. ബാബ പറഞ്ഞ നമ്മളുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും നൽകും. യഹാ തുംസെ कोई पेपर आदि नहीं बनाया जाता. उन स्कूलों में जब इम्तिहान होते तो पेपर्स विलायत से आते. അപ്പോൾ ബാബ പറഞ്ഞു തരണം ഇവിടെ നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകണം, ഇന്ന പരീക്ഷ എഴുതണം, ഇന്ന സബ്ജക്റ്റ് എഴുതണം, അങ്ങനത്തെ ഒന്നും സിസ്റ്റം ഇല്ല. മറ്റ് സ്കൂളുകളിലും അത് യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്താകും? ഒരു കൊല്ലം പഠിപ്പിക്കുക, അതിനനുസരിച്ച് അവർ പരീക്ഷ എഴുതണം. അവർക്ക് ക്വസ്റ്റ്യൻ മാർക്സ് ഒക്കെ പണ്ടൊക്കെ വിദേശത്തുനിന്ന് വരുമായിരുന്നു. जो विलायत में पढ़ते होंगे उन्हों की तो वहाँ की रिजल्ट निकालते होंगे, उनमें भी कोई बड़ा एजुकेशन अथॉरिटी होगा तो जांच करते होंगे पेपर्स को. അപ്പോൾ ബാബ പറഞ്ഞു തരണ വിദേശത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ അതിൻ്റെ റിസൾട്ട് കാണും. അപ്പോൾ ബാബ പറഞ്ഞ ഈ റിസൾട്ട് നമ്മൾ എഴുതിയ പേപ്പേഴ്സൊക്കെ എന്താണ് കറക്ഷൻ ചെയ്യുന്നതൊക്കെ എന്താണ്? ബാബ പറഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ അതോറിറ്റികൾ ഉണ്ടാകും, അവർ തന്നെയാണ് ഇതൊക്കെ കറക്ഷൻ ചെയ്യുന്നത്. തുമാരെ പേപ്പേഴ്സ് കി ജാഞ്ച് കോൺ കരേക. എന്നാൽ ഇവിടെ ബാബ ചോദിക്കുകയാണ് നിങ്ങളുടെ പേപ്പർ ആരാ നോക്കുക? ആരാ? നമ്മളിപ്പോൾ വിദ്യാലയത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ ബാപ്പണ് നിങ്ങളുടെ പേപ്പർ ആരാ നോക്കുകയാണ്? ഏത് എഡ്യൂക്കേഷൻ അതോറിറ്റിയോ വരിക? DDE വരുമോ, അല്ലെങ്കിൽ DEO വരുമോ, അല്ലെങ്കിൽ ഇനി ആരാ വരിക? ആരാ വരിക? ബാബ വരുമോ മമ്മ വരുമോ? ബാബ വരും. ബാബ നോക്കൂ. ബാബ ഇതിന് ഉത്തരം പറയണേ തും ഖുദ് ഹി കരേങ്കെ. ബാബ പറയണേ എനക്കതിന് നേരമൊന്നുമില്ല ഈ ഓരോരുത്തരുടെ പരീക്ഷ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ബാബ ഇരുന്ന് നോക്കൂ. ഇല്ല, ബാബിന് ഈ കറക്ഷൻസൊക്കെ ചെയ്യേണ്ടത് ആരാണ്? അവരവർ തന്നെയാണ്. കുതുക്കോ ജോ ചാഹോ ബാബ ഇങ്ങനെ ബോർഡിൽ എഴുതും. പണ്ടൊക്കെ സ്കൂളിൽ അങ്ങനെയല്ലേ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാകും, ഓരോ ടീച്ചേഴ്സ്മാർ. അപ്പോൾ ബോർഡിൽ എഴുതി വെക്കും അതിൻ്റെ ഉത്തരം. കുട്ടികൾ തന്നെ അവരുടെ പേപ്പറിൽ ശരിയോ തെറ്റോ എന്ന് ഇടണം. അതുപോലെ ബാബ മൊത്ത ജ്ഞാനം നൽകിയിട്ടുണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പോൾ ബാപ്പണ് ഇത് കറക്റ്റ് ചെയ്തിടേണ്ടത് ആരാണ്? നമ്മൾ കുട്ടികൾ തന്നെ. അതുകൊണ്ട് ബാബ പറഞ്ഞു കുതുക്കോ ജോ ചാഹോ സോ ബനാവോ. നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷനാണ്, പ്രജ ആകണമെങ്കിൽ ഇന്നതാണ്, ദാസദാസിയാകണമെങ്കിൽ ഇന്നതാണ്. ഇതൊക്കെ ബാബ പറഞ്ഞു തന്നതല്ലേ. അതുകൊണ്ട് ബാബ മക്കൾക്ക് തന്നെ ചോയ്സ് വിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണോ ആകേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ആകാൻ പറ്റും. പുരുഷാർത്ഥ സേ ജോ ചാഹേ സോ പദ് പാലേലോ. ബാബ പറയുന്ന പദവികൾ ഇഷ്ടം പോലെയുണ്ട്, അത് നേടിയെടുക്കണമെങ്കിൽ അത്ര തന്നെ നമ്മൾ പ്രയത്നിച്ച് പുരുഷാർത്ഥം ചെയ്താൽ ഏത് പദവി വേണോ അത് നേടിക്കൊള്ളാൻ ബാബ തന്നെ പറയുകയാണ്. प्रदर्शनी आदि में बच्चे पूछते हैं ना क्या बनेंगे, देवता बनेंगे, बैरिस्टर बनेंगे, क्या बनेंगे. ബാബ പറഞ്ഞ എക്സിബിഷനിൽ ഒരു ചിത്രം ഉണ്ടാകാറുണ്ട് പണ്ടൊക്കെ.
ഒരു ദേവതയുടെ ചിത്രം ഉണ്ടാവും, പിന്നീട് ബാരിസ്റ്റർ, ഡോക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ വെക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, ഇതിൽ നിങ്ങൾക്ക് ആരാകാനാണ് താല്പര്യം? അപ്പം സാധാരണ ഭൗതിക ബുദ്ധിയുള്ളവർ എപ്പോഴും ചിന്തിക്കുക എന്താണ്? ഡോക്ടറാകണം, വക്കീലാകണം, എഞ്ചിനീയർ ആകണം. ജിത്തന ബാപ്കോ യാദ് കरेंगे സർവീസ് കरेंगे ഉത്തന ഫൽ മിലേഗ. അപ്പോൾ ബാബ പറഞ്ഞു തരണം, എവിടെയും ബാബ മക്കളോട് പറയുകയാണ്, എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുന്നു, എത്രത്തോളം സർവീസ് ചെയ്യുന്നു, അത്രത്തോളം അതിൻ്റെ ഫലപ്രാപ്തി നമുക്കുണ്ടാകും. जो अच्छी रीति बाप को याद करते वो समझते हमको സർവീസ് भी करनी है. ആരാണോ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നത് അവർ മനസ്സിലാക്കും എനിക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യണമെന്ന്. പ്രജ ബനാന ഹി ഹേന, നല്ല ഉയർന്ന പദവി നേടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പ്രജകളാക്കി മാറ്റണം. എന്ന് വെച്ചാൽ അത്ര പേർക്ക് നമ്മൾ സന്ദേശം ബാബയുടെ കൊടുക്കണം. കാരണം ഇത് രാജധാനിയാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. തോസ്മെ സബ് ചാഹിയേ, പ്രജകളില്ലാതെ എന്ത് അധികാരി അല്ലേ? പ്രജകളില്ലാതെ ചക്രവർത്തിക്ക് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ബാബ പണി എല്ലാ പ്രകാരത്തിലുള്ളവരും ഇവിടെ തന്നെ തയ്യാറാകണം. പക്ഷെ സത്യുഗ ത്രേതായുഗത്തിൽ ഒരു പദവി മാത്രം ഉണ്ടാവില്ല. അതേത് പദവിയാ? ബാപ്പണ് മന്ത്രി. ബാബ പറഞ്ഞ അവരുടെ ആവശ്യകത അവിടെ ഉണ്ടാകുന്നില്ല. ബാബ പറഞ്ഞ അവരെല്ലാവരും ബുദ്ധിമാന്മാരായിരിക്കും. അതുകൊണ്ട് മറ്റൊരു ബുദ്ധിയുടെ ആവശ്യം അവിടെ ഇല്ല. തുംകോ വഹാ റായ്ക്ക് ദർക്കാർ നഹീ രഹത്, ഒരാളുടെ ഉപദേശം നേടേണ്ട ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല. बाबा के पास राय लेने जाते, स्कूल बातों की राय लेते, പൈസ ക്യാ കരേ, ദണ്ഡ കൈസേ കരേ. കുട്ടികൾ ഇവിടെ ബാബയോട് ഓരോ കാര്യത്തിനും ചോദിക്കാൻ തുടങ്ങും. ബാബയിൽ നിന്ന് ഡയറക്ഷൻ സ്വീകരിക്കും. അതായത് സ്കൂളിൻ്റെ സ്ഥൂലമായിരിക്കുന്ന കാര്യം, സ്കൂളല്ല സ്ഥൂലമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ബാബ ഈ പണത്തെ എന്താ ചെയ്യേണ്ടത്, ജോലിക്ക് പോകണോ വേണ്ടയോ, ജോലി എന്താ ചെയ്യേണ്ടത്, മക്കളുടെ കാര്യം എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ആരോട് ചോദിക്കും? ബാബയോട് ചോദിക്കും. ബാബ കേത്തെ ഈ ദുനിയാവി ബാത്തെ ബാബ കെ പാസ് നഹി ലേ ആവോ. ബാബ പറയാണ്, ഈ ഭൗതിക കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് കൊണ്ട് വരണ്ട അല്ലേ? ബാബ പറയണത് ഞാൻ നിങ്ങളെ പവർഫുള്ളാക്കി മാറ്റാൻ. ബാബ നമ്മളോട് പറഞ്ഞത് എന്താ? ബാബയുടെ ശക്തി തന്നിൽ നിറയ്ക്കാൻ വേണ്ടി പ്രയത്നിക്കാം. ആത്മാവിനെ എത്രത്തോളം ബലപ്പെടുത്താൻ പറ്റുന്നോ അത്രത്തോളം ബാബയിൽ നിന്നും ബാബയുടെ ഓർമ്മയിലൂടെ തന്നെ ശക്തിശാലിയാക്കി മാറ്റുമ്പോൾ ബാക്കി എന്തെല്ലാം ഭൗതിക കാര്യങ്ങളുണ്ട് അത് ഓട്ടോമാറ്റിക് എന്താകും? പരിഹരിക്കപ്പെടുകയാണ്. അത് നിങ്ങളിലൂടെ തന്നെ നടക്കണം. എന്തുകൊണ്ട് എന്നിലൂടെ? ചിലരൊക്കെ പറയില്ല, ബാബ അത് ചെയ്തെന്നില്ല, ബാബ ഇത് ചെയ്തെന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. കാരണം ബാബ ഇതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സർവശക്തനായിരിക്കുന്ന ബാബ. ചില കുട്ടികൾ അത് തന്നെ ഭക്തിമാർഗത്തിൻ്റെ ഒരു രീതിയാക്കി മാറ്റും. ബാബ അതില്ല, ബാബ ഇത് ചെയ്ത് തന്നെ, ബാബ അത് ചെയ്ത് തന്നെ. ബാബ ഇപ്പം ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടാവില്ലേ? കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് ബാബ മനസ്സിലാക്കി തന്നു. ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നു അതും എൻ്റെ കർമ്മത്തിൻ്റെ ആധാരം. ഇന്ന് നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു അതും കർമ്മത്തിൻ്റെ ആധാരം. ഇനി മുന്നോട്ട് എന്തൊക്കെ ഞാൻ അനുഭവിക്കാൻ പോകുന്നു അതും എൻ്റെ കർമ്മത്തിൻ്റെ തന്നെ ഫലമായിരിക്കില്ല. അപ്പോൾ ബാബ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഈ കുരുക്കുകളൊക്കെ എന്ന് ബാബ പറഞ്ഞുണ്ടാക്കിയല്ല, ബാബ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ നമ്മുടെ തിരുത്തൽ എവിടെയാണ് വേണ്ടത്? ബാബയോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ ബാബയോട് ചോദിച്ചുകൊണ്ടോ നടക്കുമോ? ഇല്ല. തിരുത്തൽ നമ്മളുടെ ഉള്ളിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് നിങ്ങൾ തന്നെയാണല്ലോ കർമ്മം ചെയ്യുന്നത്, അല്ലാണ്ട് ബാബയല്ലല്ലോ വന്ന് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ബാബപ്പണ് നിങ്ങളുടെ കർമ്മശുദ്ധതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ബാബപ്പണ് എല്ലാം ക്ലിയറായി പോകും. അപ്പോൾ ആ കർമ്മത്തെ ശ്രേഷ്ഠാക്കാൻ ബാബ പഠിപ്പിക്കാൻ. അപ്പോൾ കർമ്മം ശ്രേഷ്ഠാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണം? ഊർജം വേണം, ശക്തി വേണം. ആ ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ബാബയിൽ നിന്ന്. എത്രമാത്രം ഓർമ്മിക്കുന്നു അതിലൂടെ കിട്ടും. അല്ലാണ്ട് ബാബ പറഞ്ഞു തരണം ഈ ഭൗതിക കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും കൊണ്ട് എൻ്റെ അടുത്തൊന്നും വരേണ്ട. ഹാ കഹാ ദിൽ ശിക്കസ്ത് ബൻ നാ ജായേ തോ കുച്ച് നാ കുച്ച് ആദത് ദേക്ക് ബത്താ ദേത്ത. അതായത് ചില കുട്ടികൾക്ക് അതിനൊന്നും ശക്തി ഉണ്ടാവുകയില്ലല്ലോ. ബാബ ഒറ്റടിക്ക് പറഞ്ഞല്ലോ ഞാൻ ഇതൊന്നും നോക്കാനല്ല വന്നതെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ എന്താകും? ബലൂണിൻ്റെ കാറ്റ് പോയതുപോലെ പോവും. അതുകൊണ്ട് ബാബ പറഞ്ഞു കുട്ടികൾക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ബാബ കുറച്ചൊക്കെ സമാധാനപ്പെടുത്തുമായിരിക്കാം. കോയി മേര ദണ്ഡാനഹി. എന്നിരുന്നാലും ബാബ പറയണ കുട്ടീൻ്റെ കല്യാണം കഴിപ്പിക്കട്ടെ, കുട്ടിക്ക് പേരിടട്ടെ, കുട്ടിക്ക് എന്താ പേരിടേണ്ടത്, വീടുണ്ടാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പണം എന്താ ചെയ്യേണ്ടത്. ബാപ്പണി ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കണേ? ഇതൊന്നും പറഞ്ഞു തരാൻ ഞാൻ ആളല്ല. മേരാത്തോ ഈശ്വരീയ ദണ്ഡാഹേ. കാരണം ബാബ ഫസ്റ്റേ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ പാരസ് ബുദ്ധിയാക്കി മാറ്റി.
അല്ലേ? ബാബയുടെ ബുദ്ധിയും പവിഴ ബുദ്ധിയാണ്. അപ്പം അതേപോലെ ബാബ നമ്മുടെ ബുദ്ധി പവിഴമാക്കി മാറ്റുമ്പോൾ, ഞാൻ പുരുഷാർത്ഥം ചെയ്ത എൻ്റെ ബുദ്ധിയെ ഈശ്വരീയമാക്കി അല്ലെങ്കിൽ ദിവ്യ ബുദ്ധിയാക്കി മാറ്റുമ്പോൾ എനിക്ക് സ്പഷ്ടമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ബാബയുടെ ആവശ്യം വരുന്നില്ലല്ലോ. ബാക്കി നമുക്ക് ബാബയെ ആവശ്യമാണ്. എന്തിന്? ശക്തിയെടുത്ത് നമ്മളെ പാവനമാക്കാൻ വേണ്ടി നമുക്ക് ബാബ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരണം, മേരാ തോ ഈശ്വരീയ ദണ്ഡാഹി തുമക്കോ രാസ്ത ബത്താന. ബാബ വ്യക്തമാക്കി തരാണ്, എൻ്റെ കർത്തവ്യമുണ്ട് ഈ സമയത്ത്. എന്ത്? നിങ്ങൾക്ക് നേരായ മാർഗം പറഞ്ഞു തരിക എന്നുള്ളത്. തും വിശ്വക്കാ മാലിക് കൈസേ ബനോ. ബാബ പറഞ്ഞു, നിങ്ങളെങ്ങനെ വിശ്വത്തിൻ്റെ അധികാരിയാകും? തുംകോ മിലീഹെ ശ്രീമത്. അതിന് വേണ്ടിയിട്ടാണ് ബാബ വന്നത്, കുട്ടികൾക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന നിർദ്ദേശം നൽകാൻ. ബാക്കി സബ് ആസുരി മത്. ഈ ലോകത്തിൽ ലഭിക്കുന്നതൊക്കെ ആസുരീയ മതമാണ്. സത്യുഗമേ കെഹെങ്കെ ശ്രീമത്ത്. സത്യുഗത്തിൽ നമുക്ക് എന്തായിരുന്നു? ശ്രീമതം. കാരണം ഇവിടെ നിന്നും നമ്മൾ നേടിപ്പോയതാണ്. കലിയുഗത്തിൽ മൊത്തം ആസുരീയ മതമാണല്ലോ. ബാപ്പുണ സത്യത്രേതായുഗ അത് സുഗതാമമായിരുന്നു. വഹാ ഐസേ ബി നഹി കേങ്കെ കി രാജി ഖുഷി ഹോ തബിയത്ത് ടീക്കെ. അവിടെ ഇങ്ങനൊരു ചോദ്യമേ ഉണ്ടാവില്ല. എന്തൊക്കെയുണ്ട്, എല്ലാം സുഖം തന്നെയാണോ, ആരോഗ്യമുണ്ടോ, ഒക്കെ അല്ലേ എന്ന് ചോദിക്കുകയില്ല പോലും. എവിടെ ചോദ്യമില്ല. ബാപ്പുണ സത്യത്തിലും ഇല്ല, ത്രേതായുഗത്തിലും ഇല്ല. ഈ അക്ഷർ വഹാ ഹോത്താ ഹി നഹി. അങ്ങനൊരു ശബ്ദം പോലും അവിടെ പ്രയോഗിക്കില്ല. യഹാ പൂച്ചാ ജാത്ത. ഇവിടെ നമ്മൾ ആരെ കാണുമ്പോഴാണ് സുഖാണോ എന്ന് ചോദിക്കും. നെക്സ്റ്റ് ചോദിക്കും ആരോഗ്യമല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. കാരണം ഇവിടെ നമുക്കറിയാം കൊയ് തക്ലീഫ് തോ നഹി ഹേ, യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇസ്മേ ബി ബഹുത് ബാത്തി ആ ജാത്തി. ആ ഒറ്റ ചോദ്യത്തിൽ പിന്നീട് വരിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് പറയാൻ തുടങ്ങും. ആ കുഴപ്പമൊന്നുമില്ല എന്ന് ആദ്യം പറയും, പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും വരും. വഹാ ദുഃഖായി ഹി നഹി ജോ പൂച്ച ജായേ. ബാപ്പപ്പണ അവിടെ ദുഃഖമേ ഇല്ല. അതുകൊണ്ട് അങ്ങനൊരു ചോദ്യം അവിടെ ഇല്ല. ബാപ്പണ ഇത് ദുഃഖത്തിൻ്റെ ലോകമാണ്. വാസ്തവമേ തുംസെ കോയി പൂച്ച് നഹി സക്ത. സത്യത്തിൽ ബാപ്പപ്പണ ഇത് ദുഃഖത്തിൻ്റെ ലോകമാണെങ്കിൽ പോലും നിങ്ങൾ കുട്ടികളോട് അങ്ങനൊരു ചോദ്യം വരേണ്ട കാര്യമില്ല. സിസ്റ്റർ സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് തന്നെ എന്താണ്, അപമാനമല്ലേ? ബാബയുടെ കുട്ടിയായിരുന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, സിസ്റ്ററിൻ്റെ മുഖം എന്താ വാടിയിട്ടുള്ളത്, സിസ്റ്റർക്ക് എന്താ സുഖമില്ലേ, സിസ്റ്റർക്ക് എന്താ സന്തോഷമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബ്രാഹ്മണരായിരിക്കുന്ന ഏതൊരു ബ്രാഹ്മണനോടും ചോദിച്ചാൽ എന്താണത്? എന്താ നല്ല കാര്യമാണ്. നമ്മൾ വിചാരിക്കും അയ്യോ എന്നോട് ആരും ചോദിക്കുന്നില്ലല്ലോ. ചിലർക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്, എന്നോട് ആരും ചോദിക്കുന്നില്ലല്ലോ, എന്നോടൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് വെച്ചാൽ. ബാപ്പുണ് എന്തിനാ ചോദിക്കേണ്ടത്? കാരണം നമ്മൾ ആരുടെ മക്കളാണ്? ആരുടെ മക്കളാ? ഭഗവാന്റെ മക്കള്. ഭഗവാൻ ആരാ? സർവശക്തനാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ബാപ്പുണ് സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ബൽ മായ ഗിരാനെ വാലി ഹേത്തോ ബി ബാപ്പ് മിലാ ഹേന. ശരിയാണ്, എപ്പോഴും നമുക്ക് നേരെ നടക്കാൻ പറ്റണം അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റായിട്ട് നടക്കാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ കാലിടറി പോകാം. എന്നാലും ബാബ പറയണത് നിങ്ങളെ എന്താണ് വീഴാതെ സൂക്ഷിക്കാൻ ആരുണ്ട്? ബാബയുണ്ട് കൂടെ. തും കहेंगे क्या तुम कुछ खैराफत पूछते हो, हम ഈശ്വർ के बच्चे हैं. നിങ്ങൾ അവരോട് പറയണം, നമ്മളോടാണ് നിങ്ങൾ സുഖവിവരം അന്വേഷിക്കുന്നത്, നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ്. ഹംസേ ക്യാ കുഷ് ഖൈറാഫത്ത് പൂച്ഛത്തെ ഹോ. അതുകൊണ്ട് നമ്മളോട് എന്തിനാണ് ഈ ചോദ്യം? നിങ്ങളുടെ സുഖവിവരങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്താ? പരവാഹത്തി. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിതകാല ജന്മജന്മാന്തരമായിട്ട് നമുക്ക് ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങ് അകലെ വസിക്കുന്ന പരമാത്മാവിനെ കുറിച്ച്. അതേ പരമാത്മാവ് ഇപ്പോൾ നമുക്ക് നേരിട്ട് ലഭിച്ചിരിക്കെ ഫിർ കിസ്കി പർവ, ഇനി എന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ്? ഈ ഹമേഷ യാദ് കർനാ ചായേ ഹം കിസ്കെ ബച്ചേ ഹെ. അങ്ങനൊരു അവസരം, അങ്ങനൊരു ഇട കൊടുക്കരുത് എന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നത്. എന്താ സുഖമുണ്ടാ, സുഖമില്ലേ എന്നുള്ള അവസ്ഥ വരരുത്. കാരണം ബാബപ്പണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ബോധം ഉണ്ടാകണം, ഓർമ്മയുണ്ടാകണം, ഞാൻ ആരുടെ കുട്ടിയാണ്. ये भी बुद्धि में ज्ञान है कि जब हम पावन बन जाएंगे तो फिर लड़ाई शुरू हो जाएगी. നമ്മുടെ ബുദ്ധിയിൽ ഈ ഒരു ജ്ഞാനം വ്യക്തമാണ്. എപ്പോഴാണോ നമ്മൾ ആ ഒരു പാവനാവസ്ഥ പ്രാപിക്കുന്നത്, അപ്പോൾ പുറമെ ലോകത്തുണ്ടാകും ബാപ്പണ് യുദ്ധം ആരംഭിക്കും. तो जब भी तुमसे कोई पूछते कि तुम कुछ राजी हो तो बोलो हम तो सदैव कुछ राजी है. അഥവാ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ ബാബ പറയണ അവർക്ക് തിരിച്ചെന്ത് പറയാൻ പറ്റണം? ഞാൻ സദാ സന്തുഷ്ടനാണ്. ബീമാരി ബി ഹോ തോ ബി ബാബ കി യാദ് മേരോ. എത്ര അസുഖം ഉണ്ടാകാം,
എന്നാലും നമ്മുടെ ബുദ്ധിയിൽ ആരുടെ ഓർമ്മ വേണം? ബാബയുടെ ഓർമ്മ. തും സ്വർഗ സേ ഭി ജാസ്തി യഹാ കുശ് റാസി ഹോ. സ്വർഗത്തെക്കാളും സന്തോഷം അനുഭവിക്കുന്നത് എവിടെയാണ്? ബാബയ്ക്കൊപ്പമുള്ള ജീവിതം അല്ലേ, ബാബയുടെ കൂടെയുള്ള ജീവിതം. അതുകൊണ്ട് ബാപ്പൻ ഇവിടെ നിങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ജബ്കി സ്വർഗ की बादशाही देने वाला बाप मिला जो हमको इतना लायक बनाते हैं तो ഹംകോ ക്യാ പർവാഹ് റക്കി ഹെ. അതായത് ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചതാരാണ്? സ്വയം ചക്രവർത്തിയാക്കി മാറ്റുന്ന ബാബ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ, ബാബ തന്നെ നമ്മൾ കുട്ടികൾ അത്രയും ആ ഒരു അവസ്ഥയിലേക്ക്, ഉയർന്ന പദവിയിലേക്ക് യോഗ്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ബാബ ചോദിക്കാൻ, നിങ്ങൾക്ക് മറ്റെന്തിനെ കുറിച്ചാണ് ചിന്ത? ഈശ്വർ കെ ബച്ചോं को क्या परवाह. ഭഗവാന്റെ മക്കൾക്ക് എന്ത് ചിന്ത ഉണ്ടാകാനാണ് അല്ലേ? ഇതൊക്കെ ബാബ ഇന്നലെ പറഞ്ഞല്ലോ, ഈ കാണുന്നതൊക്കെ ഇവിടെ തന്നെ വിട്ടു പോകേണ്ടതാണ്. പിന്നെ ഇതിനെ വെട്ടിപ്പിടിച്ചുകൊണ്ട് ബാപ്പണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബാപ്പണ് കാര്യമില്ലല്ലോ. ഇന്നല്ല നാളെ ഒന്നില്ലെങ്കിൽ ഞാൻ വിട്ടുപോകും, അല്ലെങ്കിൽ അതെന്നെ വിട്ടുപോകും. അതുകൊണ്ട് ബാപ്പണ് എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ? വഹാ ദേവത്വം കോബി പർവാഹ് നഹി, ദേവത്വം കി ഊപ്പർ തോ ഹെ ഈശ്വർ. അപ്പോൾ ബാപ്പണ് ദേവതകളുടെ ജീവിതത്തിലും യാതൊരു ചിന്തയുമില്ലാത്ത ജീവിതമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്കൊപ്പമുള്ളതാരാണ്? ദേവതകൾക്കും മുകളിലുള്ള ആരാണ്? സ്വയം ഈശ്വരൻ. तो ईश्वर के बच्चों को क्या परवाह हो सकती है? ഈശ്വരൻ്റെ മക്കൾക്ക് എന്തിനെക്കുറിച്ചാണ് ചിന്ത? ബാപ്പ് ഹംകോ പഠാത്തെ, ബാപ്പ് ഹമാരാ ടീച്ചർ സദ്ഗുരു ഹെ. അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ. കാരണം നമ്മുടെ അച്ഛനാരാണ്? ടീച്ചറുമാണ്, സദ്ഗുരുവാണ്. ബാബ ഹമാരെ ഊപ്പർ താജ് രഖ് രഹേ ഹെ, ഹം താജ്ദാരി ബൻ രഹേ ഹെ. ബാബ നമ്മളുടെ തലയിൽ കിരീടം വെച്ചിരിക്കാൻ. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ കിരീടധാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തും ജാൻതി ഹോ ഹംകോ വിശ്വ കാ താജ് കൈസെ മിൽത്താ, ബാപ്പ് നഹി താജ് രഖ്തെ. പക്ഷെ നമ്മൾ കുട്ടികൾക്കറിയാം നമ്മൾ വിശ്വത്തിൻ്റെ രാജ്യാധികാരം നേടുന്നത് എങ്ങനെ. അവിടെ ബാബ വന്ന് നമ്മുടെ തലയിൽ കിരീടമൊന്നും ധരിപ്പിക്കുകയില്ലല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ എന്താകുന്നു? നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലാണ് അവിടെ നമുക്ക് ആ ഒരു കിരീടധാരി അവസ്ഥ അല്ലെങ്കിൽ ആ പദവി ലഭിക്കാം. ये भी तुम जानते सत्युग में बाप अपना ताज अपने बच्चों पर रखते, जिसको अंग्रेजी में कहते ക്രൗൺ പ്രിൻസ്. അതായത് ബാബ സത്യുഗത്തിൽ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കി മാറ്റുകയാണ്, നമ്മൾ കുട്ടികളെ രാജാക്കുട്ടികളാക്കി മാറ്റുകയാണ്. നമ്മുടെ തലയിലാണ് കിരീടം ധരിക്കാനുള്ള യോഗ്യത നേടിത്തരുന്നത് അല്ലേ? അപ്പോൾ ബാബ പറഞ്ഞ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ക്രൗൺ പ്രിൻസ് പറഞ്ഞ നെക്സ്റ്റ് രാജ്യത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത്. അപ്പോൾ ബാബ ഇവിടെ തന്നെ നമ്മൾ കുട്ടികൾക്ക് എന്ത് വെച്ച് തന്നിരിക്കുകയാണ്? കിരീടം. സത്യുഗത്തിൽ ബാബ വരില്ലല്ലോ, ബാബ അത്രയും നമ്മൾ യോഗ്യരാക്കി മാറ്റുകയാണ്. യഹാ ജബ് തക് ബാപ് കാ താജ് ബच्चे को मिले तब तक बच्चे को उत्कंठा रहेगी, कहाँ बाप मरे तो താജ് हमारे सिर पर आवे. ബാബ പണി ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. അച്ഛൻ രാജ്യം ഭരിച്ച് 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 മുതിമുത്തച്ഛനായിട്ടുണ്ടാകും. എന്നാലും അച്ഛൻ സീറ്റ് വിട്ടുകൊടുത്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മക്കളുടെ എങ്ങനെയെങ്കിലും ആ രാജ്യം തനിക്ക് കിട്ടാൻ വേണ്ടി അച്ഛനെ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മരണം കാത്തു നിൽക്കും. ആ ഷോഗി പ്രിൻസസ്സെ മഹാരാജ ബനു. അവരുടെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് രാജാവാകണം, മൊത്തം ഭരിക്കണം എന്നുള്ളത്. വഹത്തൈസി ബാത് നഹി ഹോത്തി. അവിടെ അങ്ങനെ കാത്തുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സങ്കല്പം ഉണ്ടാവോ? അങ്ങനെയൊന്നും സത്യത്തിൽ ഉണ്ടാവില്ല. अपने समय पर कायदा अनुसार बाप बच्चों को ताज देकर फिर किनारा कर देता. അവിടെ ആകുമ്പോൾ എന്താകും? അവരുടെ സമയമാകുമ്പോൾ അച്ഛൻ തന്നെ എന്താകും? ആ മക്കൾക്ക് ആരോ രാജ്യഭാഗ്യം കൈമാറുകയാണ് ചെയ്യുക. വഹാ വാനപ്രസ്ഥാക്കി ചർച്ച ഹോത്തി നഹി. ഇനി അച്ഛൻ വാനപ്രസ്ഥിയാകും, അങ്ങനൊരു ചർച്ചയുമില്ല. बच्चों को महल आदि बनाकर देता, आशाएं सब पूरी हो जाती. तुम समझ सकते हो സത്യുഗ് മേ സുഖ് ഹി സുഖ്. അവിടെ എല്ലാ നിയമാനുസാരം സമയാനുസാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താകും? നടക്കും. അതായത് മക്കൾക്ക് കൊട്ടാരുണ്ടാക്കി കൊടുക്കും, അവരുടെ ആഗ്രഹങ്ങൾ അവിടെ പൂർത്തീകരിച്ചു കൊടുക്കും. ഇവരുടെ സമയം കഴിഞ്ഞു എങ്കിൽ ആ സീറ്റ് വിട്ട് മക്കളെ അവിടെ രാജ്യാധികാരിയാക്കി മാറ്റും. അപ്പോൾ ബാബപ്പണ് സത്യുഗത്തിൽ എല്ലാ പ്രകാരത്തിലും സുഖമായിരുന്നു. പ്രാക്ടിക്കൽ സബ് സുഖ് തബ് പായെങ്കെ ജബ് വഹാ ജായേഗ. ഇപ്പോൾ ബാബ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നമുക്ക്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ അവിടെ എത്തുമ്പോൾ ആ സുഖം നേരിട്ട് അനുഭവിക്കുന്നവരാണ്.
वो तो तुम ही जानो स्वर्ग में क्या होगा. ബാബ എത്ര നിഷ്കളങ്കനും നിരഹങ്കാരിയായിട്ട് പറയാ, സത്യത്തിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് അത് നിങ്ങൾക്ക് പോയിട്ടല്ലേ കണ്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഏക് ശരീച്ചോട് ഫിർ വഹാ കഹാ ജായെങ്കെ, അവിടെ ഒരു ശരീരം വിട്ടാൽ പിന്നെ എവിടെ പോകും? വീണ്ടും അവിടെ തന്നെയല്ലേ നമ്മൾ ജന്മെടുക്കുക. അഭി തുമേ പ്രാക്ടിക്കൽ മേ ബാപ്പ് പഠാ രഹേ. അപ്പം നമ്മുടെ ജീവിത രീതികളും ആത്മാവായിരിക്കുന്ന നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ച് വന്നത്, എങ്ങനെയൊക്കെ ജന്മങ്ങളെടുത്ത് വന്നു, ഏതെല്ലാം കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെ ബാബ നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കി തരാണ്, പഠിപ്പിക്കുകയാണ്. തും ജാൻതി ഹോ ഹം സച്ച് സച്ച് സ്വർഗമേ ജായെങ്കെ. ഇപ്പോൾ നമുക്ക് വ്യക്തമാണ് ഏത് നമ്മൾ സത്യമായ സ്വർഗത്തിലേക്ക് പോകും. ബോത്തൊക്കെ ദേത്യം സ്വർഗമേ ജാത്തി. അവരിങ്ങനെ വെറുതെ പറയും അവർ സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ പോയി എന്ന്. പത്താഹി നഹി സ്വർഗ കിസ്കോ കഹാ ജാത്ത. അവർക്കറിയില്ലല്ലോ സ്വർഗം എന്താണ് എവിടെയാണെന്നുള്ളത്. ജന്മജന്മാന്തർ ഈ അജ്ഞാൻ കി ബാത്ത് സുൻത്തെ ആയി. ബാപ്പയുടെ ജന്മജന്മാന്തരങ്ങളായി അജ്ഞാന കാര്യങ്ങൾ കേട്ടു വന്നു. സ്വർഗം മുകളിലാണ്, സ്വർഗത്തിലേക്ക് പോയി. അല്ലെങ്കിൽ ചിലവർ പറയും ഇയാൾ നരകത്തിലേക്ക് പോകും, അപ്പം നരകം എവിടെയാണ്? അങ്ങടിയിൽ പാതാളത്തിൽ. ഇതൊക്കെ ബാപ്പയുടെ അജ്ഞാനതയുടെ കാര്യങ്ങളൊക്കെ കേട്ട് വന്നു. എന്നാൽ ഈ കൽപ്പത്തിൻ്റെ അന്തിമ സമയത്തിൽ ബാബ നമ്മൾ കുട്ടികൾക്ക് ഓരോ സത്യമായിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കി പഠിപ്പിച്ചു തരികയാണ്. അച്ഛാ मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. നമസ്തേ നമസ്തേ നമസ്തേ. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ് सदा राजी खुशी रहने के लिए बाबा की याद में रहना. पढ़ाई से अपने ऊपर राजाई का ताज रखना. ബാബപ്പണ് സദാ സന്തുഷ്ടരായിരിക്കുന്നതിന് വേണ്ടി, ആരോഗ്യത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നതിന് വേണ്ടി ബാബയുടെ ഓർമ്മയിലിരിക്കണം. ബാബപ്പണ് ഏകമാർഗം അതാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കണം. പഠിപ്പിൻ്റെ ആധാരത്തിൽ രാജ്യാധികാരത്തിൻ്റെ കിരീടം ധരിക്കണം. പഠിപ്പിൻ്റെ ആധാരത്തിൽ രാജ്യാധികാരത്തിൻ്റെ കിരീടം അണിയണം അഥവാ ധരിക്കണം. എന്ന് വെച്ചാൽ അതിന് യോഗ്യനാകണം. അല്ലാണ്ട് ഇവിടെ കിരീടം ധരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാപ്പണ് അത് നേടിയെടുക്കാൻ യോഗ്യത നേടുക. അപ്പം ഏതിൻ്റെ ആധാരത്തിൽ? ബാബ പഠിപ്പിക്കുന്ന വിദ്യയുടെ ആധാരത്തിൽ. 2. ശ്രീമത് പർ ഭാരത് കോ സ്വർഗ ബനാനയ്ക്ക് സേവാ കർണി ഹെ. ശ്രീമതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനം ചെയ്യണം. ശ്രീമതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനം ചെയ്യണം. സദാ ബാബ നൽകുന്ന ശ്രീമതത്തിന് ബഹുമാനം കൊടുക്കണം. ബാബ നൽകുന്ന ശ്രീമതം, ബാബ നൽകുന്ന നിർദ്ദേശത്തിന് ബാബ പറഞ്ഞ ബഹുമാനം കൊടുക്കണം. അതിൻ്റെ അർത്ഥം ബാബ എന്താ സാരത്തിൽ പറഞ്ഞത്? അതിനെ അംഗീകരിച്ച് അതിനനുസരിച്ച് നടക്കണം. വരദാൻ. श्रेष्ठ तकदीर की स्मृति द्वारा अपने समर्थ स्वरूप में रहने वाले सूर्यवंशी पद के अधिकारी भव. ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സ്മൃതിയിലൂടെ, ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ സമർത്ഥ സ്വരൂപത്തിൽ ഇരിക്കുന്ന, തൻ്റെ സമർത്ഥ സ്വരൂപത്തിൽ ഇരിക്കുന്ന സൂര്യവംശി പദവിയുടെ അധികാരിയായി ഭവിക്കും. സൂര്യവംശി പദവിയുടെ अधिकारियाई भविक्कु. जो अपने श्रेष्ठ तकदीर को सदा स्मृति में रखते वो समर्थ स्वरूप में रहते. ആരാണോ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ സദാ സ്മൃതിയിൽ വയ്ക്കുന്നത് അവർ സമർത്ഥ സ്വരൂപരായിരിക്കും.
അവർ സമർത്ഥ സ്വരൂപരായി. അവർ സദാ തൻ്റെ അനാദിയായ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കും. അവർ സദാ തൻ്റെ അനാദിയായ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കും. എന്ന് വെച്ചാൽ ദേവദാസ് സ്വരൂപം അല്ലേ. അവരൊരിക്കലും നക്ലി ഫേസ് ധാരണ നഹി കർത്തെ. അവരൊരിക്കലും കൃത്രിമമായിരിക്കുന്ന രൂപത്തെ ധരിക്കുകയില്ല. कई बार माया नकली गुण और कर्तव्य का स्वरूप बना देती. ചിലപ്പോഴൊക്കെ മായ എന്ത് ചെയ്യും? കൃത്രിമമായിരിക്കുന്ന ഗുണം അതുപോലെ കർത്തവ്യത്തിൻ്റെ സ്വരൂപമാക്കി മാറ്റും. കേവലം പുറമെ കാണിക്കാൻ വേണ്ടി മാത്രം അത്തരത്തിൽ രൂപം ധരിക്കും. നല്ലവരാണെന്നുള്ള ചമയും, അഥവാ പുരുഷാർത്ഥിയാണെന്ന് ചമയും, അഥവാ സേവാധാരിയാണെന്ന് ചമയും. ബാപ്പണ അത്തരത്തിൽ മായ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കിസ്കോ ക്രോധി, കിസ്കോ ലോഭി, കിസ്കോ ദുഃഖി, കിസ്കോ അശാന്ത് ബനാ ദേത്തി. ബാബപ്പണ്ണ മായ ചിലവരെ ക്രോധിയാക്കി മാറ്റും അല്ലേ. ഇതെല്ലാം നമ്മുടെ കൃത്രിമ മുഖമാണ്. ചിലവർ അതായത് ചിലപ്പോൾ ക്രോധിയാക്കി മാറ്റും, ചിലവർ ലോഭിയാക്കി മാറ്റും, ചിലപ്പോൾ ദുഃഖിയാക്കി മാറ്റും, ചിലവർ അശാന്തരാക്കി മാറ്റും. എന്നാൽ അസ്ലി സ്വരൂപ് ഇൻ സബ് ബാത്തോ സെ പരെ. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഇവയിൽ നിന്നൊക്കെ എന്താണ്? ഉപരിയാണ്. ശാന്തസ്വരൂപം, സ്നേഹസ്വരൂപം, അതാണ് നമ്മുടെ സത്യസ്വരൂപം അല്ലേ. ജോ ബച്ച അപ്നെ അസ്ലി സ്വരൂപ് മെ സ്ഥിത് രഹത്തെ. ഏത് മക്കളാണോ തൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൽ സ്ഥിതരാകുന്നത് അവർ സൂര്യവംശി പദവിയുടെ അധികാരിയായി മാറും. അവർ സൂര്യവംശി പദവിയുടെ അധികാരിയായി മാറും. അതുകൊണ്ട് ബാബ മക്കളിലിപ്പോൾ 63 ജന്മങ്ങൾ കൊണ്ട് ധരിച്ചു വന്ന ആ ഒരു മുഖമൂടിയ ബാബ ഇപ്പോൾ അഴിച്ചു മാറ്റാനുള്ള ശക്തി മക്കൾക്ക് നൽകാൻ, ആ തിരിച്ചറിവ് ബാബ മക്കൾക്ക് നൽകാൻ. അതുകൊണ്ട് ബാപ്പയുടെ ഒറിജിനൽ സ്വരൂപത്തിൽ സ്ഥിതിച്ച് ഇന്നത്തെ സ്ലോഗനാണ് സർവ पर रहम करने वाले बनो तो अहम और वहम समाप्त हो जाएगा. സർവരോടും ദയ കാണിക്കുന്നവരാകൂ, അപ്പോൾ തന്നിലെ അഹം, ആ ഒരു അഹങ്കാരം, പിന്നീട് വഹം, ആ ഒരു അനുമാൻ പറഞ്ഞാൽ സംശയം ഉണ്ടാവുമല്ലോ, അത് ഇല്ലാതാകും. തോന്നലുകൾ, ഇവരങ്ങനെ ആയിരിക്കാം, ഇവരിങ്ങനെ ആയിരിക്കാം അല്ലേ, പലതും തോന്നലുകൾ. ബാബ പറഞ്ഞ ഇതൊക്കെ എന്താകും? സമാപ്താകും. അവ്യക്ത ഇഷാരയാണ്. जब आपकी रचना कमल पुष्प जल में रहते जल के बंधन से मुक्त है. അതായത് താങ്കളുടെ രചനയായ താമരപുഷ്പം വെള്ളത്തിലാണെങ്കിലും ആ ബന്ധനത്തിൽ നിന്നും മുക്തയാണ്. तो जब रचना में विशेषता है, താങ്കളുടെ രചനയിൽ ഈ ഒരു വിശേഷ കഴിവുണ്ട് എങ്കിൽ മാസ്റ്റർ രചയിതാക്കളായിരിക്കുന്ന നിങ്ങളിൽ ആ കഴിവുണ്ടായിരിക്കാൻ സാധ്യമല്ലേ? जब कभी बंधन में फंस जाओ तो अपने सामने कमल पुष्प का दृष्टांत रखो. എപ്പോഴെങ്കിലും ബാബ പറഞ്ഞ അങ്ങനെ ഒരു ബന്ധനത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുമ്പോൾ, തൻ്റേതായിരിക്കുന്ന വീക്ക്നെസ് ആകാം, അത് പല രീതിയിലുള്ള ബന്ധനത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ തൻ്റെ രചനയാകുന്ന താമര പുഷ്പത്തിൻ്റെ ആ ഒരു കഴിവിനെക്കുറിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ കൊണ്ടുവരിക. ജബ് കമൽ പുഷ്പ ന്യാരാ പ്യാര ബൻ സക്ത, ഒരു താമര പുഷ്പത്തിന് എന്താകാൻ പറ്റുന്നുണ്ട്? ബന്ധങ്ങൾക്കിടയിൽ പറഞ്ഞാൽ അതിൻ്റെ ചെളിയും അതും ഇതും വേരും ഇലകളും അത് മൊത്തൊരു ഗൃഹസ്ഥം പോലെയാണ്. അതിൽ നിന്നും ഉപരി നിർമോഹിയായിരിക്കാനും പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അതിനോട് സ്നേഹിയായിരിക്കാനും പറ്റുമെങ്കിൽ
ബാപ്ദാദ ചോദിക്കുകയാണ്, മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്ന നിങ്ങൾക്കത് സാധിക്കില്ലേ? കുടുംബ ബന്ധങ്ങളുടെ ഇടയിലിരിക്കുമ്പോഴും സമൂഹത്തിൻ്റെ ഇടയിലിരിക്കുമ്പോഴും എല്ലാവരിൽ നിന്നും നിർമോഹി അവസ്ഥയിലിരിക്കാനും പറ്റണം, എന്നാൽ എല്ലാവരോടും പ്രിയരും ആയിരിക്കാൻ പറ്റണം. അത് സാധിക്കില്ലേ എന്നാണ് ബാബ ചോദിക്കുക. തോ സദാ ബൻ ജായെങ്കി. അപ്പോൾ ബാബനാകാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾക്കത് സദാ ആയിത്തീരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്മൃതി എന്ത് വേണം? ഒരു താമരപ്പൂവിന് ആ ഗുണവിശേഷത ഉണ്ടാകുന്നു എങ്കിൽ അത് എൻ്റെ ഉള്ളിലും ആ വിശേഷത നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ബാബയുടെ ഇന്നത്തെ മുരളിയുടെ എസൻസ് ബാബ മക്കൾക്ക് എല്ലാത്തിനുള്ള ആധാരമാണ് ബാബയുടെ ശ്രീമതം പാലിക്കുക എന്നുള്ളത്, അതിന് ആദരവ് കൊടുക്കുക. അതുകൊണ്ട് ബാബ എന്താ പറഞ്ഞത്? ബാബയുടെ ശ്രീമതം നമുക്ക് ലഭിക്കുന്നത് ഏതിൻ്റെ ആധാരത്തിലാണ്? ബാബയുടെ മഹാവാക്യാണ്. അപ്പോൾ ബാബയുടെ മുരളി ഒരിക്കലും മിസ്സാക്കാതിരിക്കും. അതാണ് ബാബയ്ക്ക് കൊടുക്കുന്ന ആദരവ്. ബാബയുടെ ശ്രീമതത്തിന് നിർദ്ദേശത്തിന് കൊടുക്കുന്ന ആദരവ് അതാണ്. അതുകൊണ്ട് ബാബയുടെ ഡയറക്ഷൻസ് എന്തോ ബാബ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾ കുട്ടികളാകണം, രാജ്യാധികാരികളാകേണ്ടതാണ്. ബാബ എത്ര രസകരമായിട്ടും ആ പോയി മുഖത്തൊക്കെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കി തൻ്റെ സത്യസ്വരൂപത്തെ, സത്യമുഖത്തെ നമുക്ക് ധരിക്കാൻ പറ്റും. ആ ശക്തിയാണ് ബാബയിൽ നിന്ന് എടുക്കേണ്ടത്. അല്ലാണ്ട് ബാബ പറഞ്ഞ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നോടൊന്നും ആവശ്യപ്പെടേണ്ട. ബാബ അത്ര രസകരമായിട്ട് നമ്മൾ കുട്ടികളോട് ഓരോ കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ അത്രയും പവർഫുള്ളാണ്, ആയിരിക്കേണ്ടതാണ്. ബാബ ഇന്നലെ പറഞ്ഞല്ലോ, എത്രയോ തവണ നമ്മളിതൊക്കെ താണ്ടി വന്നതാണ്, ജയിച്ചു വന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മളിതൊക്കെ എന്താകും? ജയിച്ചു മുന്നേറണം. ഓം ശാന്തി. മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ്. പരമപവിത്രമാം സംഗമത്തിൽ ജ്ഞാനരത്നങ്ങൾ ദിനവും ഒന്നൊന്നായി നൽകിടുന്ന ജ്ഞാനേശ്വരനായൻ പരമേശ്വര. ബാബ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. അജ്ഞതൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം. അജ്ഞതൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം കൈപിടിച്ചു നടത്തിയ സദ്ഗുരുവേ. ദേഹമതല്ല ഞാനും ദേഹിയാണെന്ന സത്യം ബുദ്ധിയിൽ നിറച്ച എൻ സദ്ഗുരുവേ. ബാബ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി.
ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. സത്യമാം പരമധാമം ചേരുവാൻ നേരമായി സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ. പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ്. പരമപവിത്രമാം സംഗമത്തിൽ. പരമപവിത്രമാം സംഗമത്തിൽ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ. പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി.